വേറും കൈയായി ഞാൻ ചെല്ലുമോ? രക്ഷകേ മുൻപിൽ നിൽപ്പാ ഒരു ദേഹി പോലുമില്ല, വണങ്ങും ഞാൻ. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന് വേണ്ടി ഈ കാലയളവിൽ ഏറെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധിയായ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ സാറ കോവൂർ ജോർജ് ആൻറ്റിയാണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. നമുക്കെവർക്കും അറിയാം, കഴിഞ്ഞ നൂറ്റാണ്ടിൽ കൺവെൻഷൻ വേദികളിൽ കർത്താവിൻ്റെ ശബ്ദമായി മുഴങ്ങിക്കേട്ട നിത്യതയിൽ നിന്ന് വിശ്രമിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ മേരി കോവൂറിൻ്റെ മകളാണ് പ്രിയ സാറ കോവൂർ ആൻറ്റി. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പ്രിയ മേരി കോവൂർ ആൻറ്റി ശക്തമായി സുവിശേഷ പ്രഭാഷകയായി അനേക ആത്മാക്കളെ നിത്യതയിലേക്ക് വഴി നടത്തുവാൻ ദൈവം ഉപയോഗിച്ച അതേ ആത്മനിറവോടെ ശക്തിയോടെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന പ്രിയ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ സാറ കോവൂർ ജോർജ് ആൻറ്റിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് ആൻറ്റി. Praise the Lord. പാസ്റ്റർ ഡാനിയൽ ജോൺ, പ്രേക്ഷകരായിരിക്കുന്ന ഏവരും എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിന്റെ നാമത്തില് ഞാൻ ആദ്യം വന്ദനം പറഞ്ഞുകൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ എനിക്കൊരു അവസരം ഒരുക്കി തന്ന പാസ്റ്റർ, നമ്മുടെ പ്രിയപ്പെട്ട ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് ഇങ്ങനത്തെ ഒരു മിനിസ്ട്രിക്കായി ഈ കാലഘട്ടത്തിൽ ആമേൻ സാക്ഷ്യത്തിനായി ഇങ്ങനെ ഒരു മാധ്യമം ദൈവം കണ്ടതിനായി ദൈവത്തെ സ്തുതിക്കും. They are overcome by the word, by the blood of the lamb and by the witness testimony. Hallelujah. അതുകൊണ്ട് ആമേൻ ജീവിതത്തിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം തന്നെ സാക്ഷ്യം നമ്മൾ പറയുമ്പോൾ ഒരു സാക്ഷ്യത്തെ ഉളവാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്നിൽ വ്യാപരിച്ച് വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. ഹല്ലേലൂയ. ഈ ടെസ്റ്റിമണി പറയത്തക്കവണ്ണം എന്നിൽ വ്യാപരിച്ച അതേ ശക്തി പിന്നെയും വേറൊരാൾക്ക് ആ ശക്തിയാൽ സാക്ഷ്യം ഉളവാക്കുവാൻ ഇടയാക്കുന്നതാണ്. അതുകൊണ്ട് ഈ മിനിസ്ട്രി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്, വെരി പവർഫുൾ. അതിനായി കർത്താവിന്റെ ദാസൻ ഡാനിയൽ ജോണിനെ ഈ സമയത്തിനായി ദൈവം നിയോഗിച്ചിരിക്കാൻ സ്തോത്രം. അനേക പ്രസംഗങ്ങളും നിറഞ്ഞിരിക്കുന്ന കാലഘട്ടം. ഇന്റർനെറ്റ് നോക്കിയാൽ മുഴുവനും പ്രസംഗങ്ങളെ ഉള്ളൂ. ഹല്ലേലൂയ. പ്രസംഗിക്കാൻ ധാരാളം ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ, അത് മാത്രം ജീവിതങ്ങൾക്ക് അതൊരു അനുഗ്രഹമായി തീരുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന അരോമ ടി വിയിൽ എനിക്കും ഒരു സാക്ഷ്യമായി ഇരിക്കാൻ ദൈവം ഇങ്ങനൊരു കാലഘട്ടം എനിക്ക് തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഇത് എൻ്റെ ആഗ്രഹം. ഞാൻ എന്തേലും സാക്ഷ്യം പറഞ്ഞിട്ട് പോകാനായിട്ടല്ല, അടുത്തൊരു പ്രോഗ്രാമിനായിട്ടല്ല ഞാൻ ഇവിടെ കയറി വന്നിരിക്കുന്നത്. ഇതിന് ഞാൻ എസ് പറഞ്ഞത്. ഹല്ലേലൂയ. കേൾക്കുന്ന എല്ലാ ജീവിതങ്ങളിലും കർത്താവ് എൻ്റെ ജീവിതത്തിൽ തന്ന സാക്ഷ്യം, ആ ശക്തിയാൽ നിങ്ങൾക്കും വിശ്വസിച്ചിട്ട്
ആ സാക്ഷ്യം പോലെ ഹല്ലേലൂയ, ആമേൻ, ഇന്ന് കേട്ടത് മുഖാന്തരം, അത് വിശ്വസിച്ചത് മുഖാന്തരം എന്റെ ജീവിതത്തിലും അത് അനുഭവമായെന്ന് ഇനിയുള്ള കാലഘട്ടത്തിൽ, ആമേൻ, ഹല്ലേലൂയ, ഈ അരോമ ടിവിയിൽ കൂടെ ഇന്ന് ഞങ്ങള് ഹല്ലേലൂയ പങ്കുവെക്കുന്ന സാക്ഷ്യം നിങ്ങളുടെ സാക്ഷ്യത്തിന് ഇളവാകട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഹല്ലേലൂയ ഞാൻ എൻ്റെ സാക്ഷ്യം ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. സർവമാനത്തിനും മഹത്വത്തിനും യോഗ്യനായ കർത്താവിനെ ഉയർത്തി കാണിക്കണം. ഹല്ലേലൂയ. അത് മാത്രമല്ല, യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇന്നും ഹല്ലേലൂയ ആമേൻ ഉണ്ട്. അത് വിശ്വസിക്കുന്നെങ്കിൽ അതേ യേശുവിന്റെ നാമത്തിന്റെ ശക്തി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ എളിയവരായിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ആമേൻ, എൻ്റെ മാതാപിതാക്കൾ അത് വിശ്വസിച്ചു. ആമേൻ, അവരുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചു. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഹല്ലേലൂയ ഈ ദൈവത്തെ, എൻ്റെ മാതാപിതാക്കൾ സേവിച്ച ദൈവത്തെ സേവിക്കാൻ ഞാൻ തെരഞ്ഞെടുത്തതിന്റെ കാരണം ഹല്ലേലൂയ അവർ പ്രസംഗിച്ചു പോയത് കൊണ്ടല്ല, അവരുടെ ജീവിതത്തിൽ ഞാൻ അത് കണ്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്കും അവരെടുത്ത വേദപുസ്തകം എടുക്കുവാൻ, ഹല്ലേലൂയ, അത് സത്യമാണെന്ന് ഹല്ലേലൂയ പ്രസംഗം കൊണ്ട് മാത്രമല്ല, അവരുടെ ജീവിതം കൊണ്ട് തെളിവാക്കി. അവര് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഞാൻ കണ്ടു ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. അങ്ങനെ അനുഭവിച്ച സാക്ഷ്യമായിരിക്കുന്നത് കൊണ്ടാണ് എനിക്കിന്ന് ധൈര്യത്തോടെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും, യേശുവിനെ നിങ്ങളും വിശ്വസിച്ചാൽ, ഹല്ലേലൂയ, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഏത് അനുഭവമാണെങ്കിലും, ഞാനിപ്പോൾ പങ്കുവെക്കുന്ന ഏത് അനുഭവമാണെങ്കിലും, ഹല്ലേലൂയ, അത് അല്ല, ഇതിനകത്തൊന്നുമേ നിങ്ങള് ഈ ഞാൻ പറയുന്ന അനുഭവങ്ങളിലൊന്നുമല്ല, വ്യത്യസ്തമായതാണെങ്കിലും യേശു നാമം ഏത് സാഹചര്യങ്ങളിലും ഏതവസ്ഥകളിലും കടന്നു വന്ന് നിങ്ങളെയും രക്ഷിക്കുവാൻ ഇടയാക്കട്ടെ. അതിനായി ഞാൻ പറയട്ടെ, എൻ്റെ മാതാപിതാക്കൾ മേരി കോവൂറിൻ്റെയും കോവൂരെ ബാവച്ചൻ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ആമേൻ ദമ്പതികളുടെ മകളായി എനിക്ക് ജനിക്കുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നു. ഹല്ലേലൂയ. എന്നാലോ ഞാന് ജനിച്ച സമയം എന്ന് പറയുന്നത് അവരുടെ ആത്മീയമായി മിനിസ്ട്രിയുടെ ആദ്യഘട്ടത്തിലാണ് എൻ്റെ ജനനം ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ് ജനിച്ചത് ആമേൻ നല്ലൊരു കുടുംബം എന്ന് പറഞ്ഞാൽ മാർത്തോമ സഭയുടെ ആമേൻ ആദ്യമായി മാർത്തോമ സഭ ആരംഭിക്കുന്നത് കോവൂരെ അച്ഛനാണ്. തിരുവല്ലായിലെ അവിടുത്തെ മാർത്തോമ പിന്നെ പള്ളിയും അതെല്ലാം എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആയിരിക്കുന്ന കോവൂരെ അച്ഛൻ ആരംഭിച്ചിരിക്കുന്ന ആമേൻ അന്നത്തെ കാലത്ത് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി നിന്ന് ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രസ്താവന, ഒരു സഭയാണ് മാർത്തോമ സഭ. ആ സഭയുടെ കുടുംബത്തിൽ, അല്ലല്ല ആ അച്ഛൻ്റെ കുടുംബത്തിൽ എൻ്റെ പിതാവും ഹല്ലേലൂയ ജനിച്ചെങ്കിലും ദൈവവുമായി ഒരു ബന്ധവും എൻ്റെ പിതാവിനില്ലായിരുന്നു. അത് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ പാരമ്പര്യത്തിൽ ജനിച്ചത് കൊണ്ട് ആമേൻ നമ്മൾ ക്രിസ്ത്യാനിയാകത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ള കുടുംബവും പാരമ്പര്യവും ഒക്കെ പറയാം. ഹല്ലേലൂയ. എൻ്റെ പിതാവിനും പറയാൻ കോവൂരെ കുടുംബത്തിലാണ്, അച്ഛൻ്റെ കൊച്ചു മകനാണ്. പക്ഷെ അതൊന്നും കൊണ്ട് എൻ്റെ പിതാവ് ഹല്ലേലൂയ ക്രിസ്ത്യാനി ആയില്ല. അതിനു പകരം ആമേൻ ജീവിതം കൊണ്ട് നശിപ്പിച്ച് മദ്യപാനത്തിലും ആമേൻ മുന്നോട്ട് പോയി, ജീവിതത്തിന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കാൻ താല്പര്യമില്ലാതെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഷുഗർ ഫാക്ടറി, പുളിക്കീഴിലെ ഷുഗർ ഫാക്ടറി തുടങ്ങിയത് അവിടുത്തെ പിന്നെ ഫാക്ടറിയിലെ മാനേജറായിട്ട് ഭൗമികമായ എല്ലാ സ്ഥാനങ്ങളും മാനങ്ങളും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാവുമ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ 7-8 വേലക്കാരാണ്. ആമേൻ. കാറുകള്, ധനങ്ങള്,
എല്ലാം ഉണ്ട്, അല്ല ഒന്നിനും കുറവില്ലായിരുന്നു. പക്ഷേ ഭവനത്തിനകത്ത് ഒരു സമാധാനമില്ലായിരുന്നു. കാരണം എൻ്റെ പിതാവിനെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടുവാൻ എൻ്റെ ഗ്രാൻഡ് ഫാദർ സെന്റ് സ്റ്റീഫൻസ് കോളേജ് അന്ന് ഡൽഹി കൊണ്ട് പറഞ്ഞു വിട്ടു പഠിക്കാനായി. അന്ന് രാജാക്കന്മാരുടെ മക്കളൊക്കെ പഠിക്കുന്ന കോളേജിലാണ് എൻ്റെ പിതാവും. ആമേൻ. എൻ്റെ ഗ്രാൻഡ് ഫാദർ നല്ല ആശയോട് പറഞ്ഞയച്ചു. എന്നാലോ അവിടെ കൂട്ടുകെട്ട് അവരുമായിട്ടൊക്കെ ആരംഭിച്ചിട്ട് കോളേജിലൊന്നും കയറാതെ 3 വർഷത്തെ കോളേജ് ജീവിതത്തിൽ 6 വർഷം കഴിഞ്ഞപ്പോൾ, ആമേൻ, എൻ്റെ ഫാദറിന്റെ ബ്രദർ പറയുമായിരുന്നു, രാത്രിയാകുമ്പം ബാവ വരും, കുടിച്ചിട്ട് പാട്ടും പാടിയ റിക്ഷയിൽ വരുന്നത് കേൾക്കാം. അന്നേരം എൻ്റെ ഫാദർ പറയായിരുന്നു, എൻ്റെ ഫാദറിന്റെ ബ്രദറായിരുന്നു, ആമേൻ, സഹായിക്കുന്ന മുറിക്കകത്ത് കയറി കിടക്കാൻ. അങ്ങനെ പുസ്തകമില്ല, കോളേജിൽ പോയതാണ്. എൻ്റെ ഫാദർ പറയുമായിരുന്നു, പേനായില്ല, പുസ്തകമില്ല, ഒന്നുമില്ലാതെ കോളേജിൽ പോയി ചുമ്മാ ഇരിക്കുമായിരുന്നു അറ്റൻഡൻസ് കിട്ടാൻ. അവസാനം 6 വർഷം കഴിഞ്ഞപ്പോൾ കോളേജുകാർ പറഞ്ഞു വിട്ടു. വീട്ടിൽ വന്നപ്പോൾ പ്രശ്നമായി. എൻ്റെ പിതാവും ഗ്രാൻഡ് ഫാദറുമായി ഒട്ടും ചേർന്ന് പോകാൻ വയ്യാത്ത ഘട്ടം. എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവിന് തിരിച്ചു മടങ്ങിപ്പോകണം. എൻ്റെ ഗ്രാൻഡ് ഫാദർ, ഇനി എനിക്ക് കാശില്ല, നിന്നെ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു വിടാൻ. അങ്ങനെ ഒരു നിമിഷം അവർ കണ്ടുമുട്ടിയാൽ വഴക്ക്. അതുകൊണ്ട് എൻ്റെ പിതാവിന് അവിടെ റബ്ബർ തോട്ടവും കൃഷികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാ നീ വിടത്തില്ല, അത് പോയി കാര്യങ്ങൾ ഇവിടെ പോയി വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞു. എൻ്റെ പിതാവിന് ഒരു താല്പര്യവും ഇല്ലാതെ പിന്നെയും നിരാശയുടെ ഭക്തരിലായിരിക്കുമ്പോൾ ആദ്യമായിട്ട് ആമേൻ വേദപുസ്തകം കണ്ടിട്ടുണ്ട്. ക്രിസ്ത്യാനി കുടുംബമായിരിക്കുന്നതുകൊണ്ട് അമ്മ ഗ്രാൻഡ് മദർ ഒരു ഭക്തിയുള്ള ഒരു മാതാവായിരുന്നു, കരയുന്നതും പ്രാർത്ഥിക്കുന്നതും. പക്ഷേ പുള്ളിക്കാരി അങ്ങനത്തെ സമ്പ്രദായമോ പ്രാർത്ഥനയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പുള്ളിക്കാരി പറയാനോ ദൈവമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ഒരു ബന്ധമല്ലാതെ മറ്റു ആരുമായിട്ട് പങ്കുവച്ചിട്ടില്ലായിരുന്നു. പക്ഷെ വേദപുസ്തകം വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ പിതാവിന് നിരാശയുടെ ആ വക്കിലെത്തിയപ്പോൾ ബൈബിൾ ഇങ്ങനെ തുറന്നു വന്നപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യമാണ് ആദ്യമായി എടുത്തപ്പോൾ കണ്ടത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിലും വിശ്വസിക്കുവീൻ. കലങ്ങി മറിഞ്ഞ അനുഭവത്തിൽ ജീവിതത്തിൽ നിരാശയുടെ വക്കിലിരുന്നപ്പോൾ ആദ്യമായി എടുത്ത വേദപുസ്തകത്തിൽ കൂടെ ആ വാക്യം കണ്ടപ്പോൾ ആരോ സംസാരിക്കുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. ഇന്ന് രാത്രി ഉള്ളെങ്കിൽ ഞാനിപ്പോൾ രാത്രിയിൽ ഇരുന്ന് പറയുന്നതുകൊണ്ടാണ്, ഏത് സമയത്താണ് ഇത് അരോമ TV കൂടെ നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾ നിരാശയുടെ ഏതെങ്കിലും കാരണത്താൽ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് തോന്നുന്നെങ്കിൽ യേശു ആ വാക്യത്തിൽ സംസാരിച്ചതുപോലെ തന്നെ നിങ്ങളോടും പറയുന്നു. വേറൊന്നും വിശ്വസിക്കാനൊന്നും വകയില്ലെങ്കിലും ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ആമേൻ. യോഹന്നാൻ 14:1. എന്തുകൊണ്ടാണ്? എന്നിട്ട് പറയുന്ന പോകരുതെന്ന് മാത്രമല്ല, കർത്താവിനെ യേശുവിൽ വിശ്വസിപ്പീൻ. അവന്റെ പിതാവ്, ഹല്ലേലൂയ, പിതാവ് ലോകത്തെ സ്നേഹിച്ചത് മുഖാന്തരം അയച്ച, ആമേൻ, നമുക്ക് വേണ്ടി മരിച്ച ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഒന്ന് വിശ്വസിച്ച് നോക്ക്. അപാരം ആ നിമിഷം തന്നെ എന്തോ വലിയൊരു സമാധാനം എൻ്റെ പിതാവിൻ്റെ ഉള്ളിനകത്ത് ദൈവം കൊടുത്തു. ആമേൻ. എവിടെ സമാധാനം കിട്ടുമെന്ന് അറിയാഞ്ഞ വേളകളിൽ ദൈവം തന്നെ ആ ഹൃദയത്തെ കണ്ട് അന്ന് എൻ്റെ പിതാവിനെ ആ ബൈബിൾ തുറക്കുവാൻ പ്രേരിപ്പിച്ചു. ആമേൻ. ഹല്ലേലൂയ. ചില പ്രശ്നങ്ങളായിരിക്കുമല്ലോ ചിലരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ നഷ്ടങ്ങളും നിരാശകളും. ആമേൻ. നമ്മളെ പലപ്പോഴും ദൈവത്തോടുകൂടെ
അടുപ്പിക്കാനായി ആണെന്നറിഞ്ഞ് ഈ ദിവസങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയിൽ ഹല്ലേലൂയ, നമ്മള് മറ്റെല്ലാ കാര്യത്തിലും നമ്മൾ നോക്കി സമാധാനം കിട്ടുന്നില്ലെങ്കിൽ, ഞാനൊന്ന് പറയട്ടെ, അന്ന് എൻ്റെ പിതാവിനെ കണ്ടുമുട്ടിയ അതേ ദൈവം ഇന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ഇന്നുമുണ്ട് കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, വഴി കൂടെ പോയിരിക്കുമ്പോൾ പാവപ്പെട്ട ഒരു ഉപദേശി എൻ്റെ പിതാവിനോട് ചോദിച്ചു, രക്ഷിക്കപ്പെട്ടതാണോ? എൻ്റെ പിതാവ് കേട്ടിട്ടില്ല അങ്ങനത്തെ ഒരു ഭാഷ. ഞങ്ങളുടെ ഭവനത്തിലെ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ആരും പറഞ്ഞും കേട്ടിട്ടില്ല, ആദ്യമായിട്ട് കേൾക്കുക. കാരണം പള്ളികളിലോ ഒന്നും പോയിട്ടില്ല, ആരാധനകളിൽ പോയിട്ടില്ല. ക്രിസ്ത്യാനി എന്ന കുടുംബത്തിൽ ജനിച്ചെന്നല്ലാതെ അതിനെ പോകാനുള്ള താല്പര്യമോ ആശയോ, അത് പോകുന്നോണ്ട് എന്തെങ്കിലും ഗുണമോ ഒന്നും ഹൃദയത്തിൽ ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഉപദേശി എൻ്റെ പിതാവിൻ്റെ അടുക്കൽ വഴി വെച്ച് ചോദിച്ചു, രക്ഷിക്കപ്പെട്ടതാണ്. എൻ്റെ പിതാവിനെ കോപിഷ്ഠനായി, പെട്ടെന്നുള്ള കോപിഷ്ഠം, ഈ കോപമുള്ള മനുഷ്യനായിരുന്നു. പെട്ടെന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഈ പണിക്ക് നടക്കുന്ന എൻ്റെ പിതാവ് ഓർത്തു ഈ യേശുവിനെയും രക്ഷിതാവും ഒക്കെ പറഞ്ഞെടുക്കുന്നത് വേറെ പണിയില്ലാത്തവരും വറ്റിപ്പിഴും ഉള്ളവരായി ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന്. അതുകൊണ്ട് പറഞ്ഞു, ഇനി മേലാൽ അതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് പറഞ്ഞു. ആ പാവ ഉപദേശിയെ എൻ്റെ പിതാവ് ശാസിച്ച്, ഇനി മേലെ എന്നോട് ഇത് പറഞ്ഞുകൊണ്ട് വരല്ലെന്ന് പറഞ്ഞു. അടുത്ത് താമസിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു ഉപദേശിയായിരുന്നു. എന്നാലോ ഉപദേശി ഇറങ്ങിപ്പോയെങ്കിലും എൻ്റെ പിതാവിനെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് ആ വാക്ക് കൂടെ കൂടെ പരിശുദ്ധാത്മാവ് ചോദിച്ചുകൊണ്ടിരുന്നു, രക്ഷിക്കപ്പെട്ടതാണോ? രക്ഷിക്കപ്പെട്ടതാണ്. അതെന്തെന്നറിയാൻ വയ്യാത്ത എൻ്റെ പിതാവിന് എന്തുവാണ് ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ആ ശബ്ദം, ആ പാവപ്പെട്ട സാധുവായ ഉപദേശിയുടെ ആ ശബ്ദം, ആമേൻ, എൻ്റെ പിതാവിൻ്റെ ചെവിയിൽ കേൾക്കുമായിരുന്നു. അത് കണ്ടിട്ട് ഈ വേദവസ്തുത്തിൽ നോക്കിയാൽ അത് കണ്ടുപിടിക്കുമോ എന്നറിയാനായിട്ട് പിന്നെയും വായിക്കാൻ തുടങ്ങി. എവിടെ വായിക്കണമെന്ന് തുടങ്ങാനില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബൈബിൾ പിന്നെയും തുറന്നു. ബൈബിൾ കൂടെ ദൈവം സംസാരിക്കാൻ തുടങ്ങി. അന്നേരം യേശുക്രിസ്തുവിനെ രക്ഷിതാവായി ആമേൻ ഹൃദയത്തിൽ സ്വീകരിച്ച് വായി കൊണ്ട് ഏറ്റു പറയുന്നുവെങ്കിൽ ആമേൻ രക്ഷ പ്രാപിക്കുമെന്ന് ആമേൻ എഴുതിയിരിക്കുന്ന റോമർ 10:17 എഴുതിയിരിക്കുന്ന ആ ഭാഗം, ആമേൻ, ഹല്ലേലൂയ, എൻ്റെ പിതാവിനോട് 17 മുതലുള്ള വാക്യങ്ങൾ എൻ്റെ പിതാവിനോട് സംസാരിക്കാൻ തുടങ്ങി. ആ നിമിഷം തന്നെ എങ്കിൽ ആമേൻ പ്രവൃത്തി ഇല്ലാത്ത ആയിരുന്ന എൻ്റെ പിതാവ് ആ നിമിഷം അറിയാമായിരുന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, പ്രവൃത്തി നിർജീവമായിരിക്കുമ്പോൾ ഒന്നും കൊണ്ടും എൻ്റെ പിതാവിന് ആമേൻ ഹല്ലേലൂയ ക്രിസ്തുവിനെ അംഗീകരിക്കാൻ യോഗ്യനാണെന്ന് പോലും വിചാരമില്ലാഞ്ഞ സമയങ്ങളിൽ ഏറ്റു പറയുന്നെങ്കിൽ അവൻ്റെ പുത്രനാകുവാൻ ആമേൻ അധികാരം കൊടുത്തിരിക്കുന്നുവെന്ന് യോഹന്നാൻ 1:12 ആമേൻ എൻ്റെ പിതാവ് വായിക്കുവാനിടയായി. പുസ്തകം രാവിലെ മുതലേ പുള്ളിക്കാരൻ ഇരുന്ന് വായിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അങ്ങനെയെങ്കിൽ പെട്ടെന്ന് ഉള്ളിനകത്ത് വലിയൊരു സമാധാനം പറഞ്ഞ് പൊട്ടിക്കരയാൻ തുടങ്ങി. അന്നേരമാണ് അമ്മച്ചി ആ വഴി കൂടെ പോയി, അമ്മച്ചി രക്ഷിക്കപ്പെട്ടതാണോ എന്ന് എൻ്റെ പിതാവ് ചോദിച്ചു. അമ്മച്ചി ഓടി വന്നു, ആന്ന് മോനെ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു എൻ്റെ പിതാവ്. ആമേൻ. ആ കരച്ചിൽ കേട്ടിട്ട് പിതാവ് അകത്തെ മുറിക്കകത്തുനിന്ന് ഒരിക്കലും കരഞ്ഞിട്ടുമില്ല. കോപിഷ്ഠനായിരിക്കുന്ന എൻ്റെ പിതാവ് ഒരു കുഞ്ഞിനെ പോലെ കരയുന്ന കണ്ടിട്ട് എന്താ പാടാന്ന് ചോദിച്ചോണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. എൻ്റെ പിതാവ് കരയുന്ന കണ്ടിട്ട് ആ നിമിഷം തന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദറും മുട്ടുകുത്തി യേശുവിനെ സ്വീകരിച്ചു. പിന്നെ ഞങ്ങളുടെ ഭവനം അനേക ദൈവ മക്കളൊക്കെ കടന്നു വരുവാൻ
തക്കവണ്ണം ആ ഭവനം ഒരുക്കപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആമേൻ എൻ്റെ മാതാവ് ആമേൻ CSIയിൽ ഒരച്ഛൻ്റെ കുടുംബത്തിലാണ് എൻ്റെ മാതാവ് ജനിച്ചത്. ആമേൻ അമ്മയുടെ മാവിയാണ് സാറാമ്മ കൊച്ചമ്മ എന്ന് പറയുന്നു. ബഥേൽ ആശ്രമം തുടങ്ങി CSIയിലെ ബഥേൽ ആശ്രമത്തിൻ്റെ എല്ലാം അത് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ആമേൻ ഒരു അറിയപ്പെടുന്ന ആ സമയത്ത് തൃശ്ശൂരെ സാറാം കൊച്ചമ്മ, പ്രാർത്ഥിക്കുന്ന സാറാം കൊച്ചമ്മ എന്ന് പറയുന്ന എൻ്റെ മാതാവിൻ്റെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സിസ്റ്ററാണ്. അത് എൻ്റെ സാറാം കൊച്ചമ്മ അമ്മച്ചി, സാറാമ്മ അമ്മച്ചി എന്നും പ്രാർത്ഥിക്കുമായിരുന്നെന്ന് അമ്മ പറഞ്ഞു. ഞാൻ കൊച്ചിലേ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. അമ്മയ്ക്ക് വേണ്ടി കർത്താവെ, എൻ്റെ ഭവനത്തിൽ നിന്ന് ഒരാളും കൂടെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ അമേൻ ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി പുള്ളിക്കാരിയുടെ കൂടെ ആ ബഥേൽ ആശ്രമം എന്ന് പറയുന്നത് വിവാഹം കഴിക്കാതെ അമേൻ സുവിശേഷ വേല ചെയ്യുന്നവർക്ക് താമസിച്ച് ചെയ്യുവാൻ CSIയുടെ സഭക്കാര് ആരംഭിച്ചിരിക്കുന്ന ഒരു ആശ്രമങ്ങളാണ്. തിരുവല്ലായിലും ഉണ്ട്, അതിൻ്റെ പല ബ്രാഞ്ചുകളുണ്ട്. ആ സമയത്താണ് അമേൻ എൻ്റെ മാതാവ് 19 വയസ്സിൽ മാത്തമാറ്റിക്സ് ടീച്ചറായിട്ട് ഇരിക്കുമ്പോൾ അമേൻ എൻ്റെ ദൈവശബ്ദം കേട്ടു. ആരെനിക്ക് വേണ്ടി പോകും, ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകുമെന്ന് യെശയ്യാവിനോട് ചോദിച്ച 6-ാം അധ്യായത്തിൽ നിന്ന് ചോദിച്ച വാക്യം എൻ്റെ മാതാവിൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് അത് ചോദിച്ചു. അന്നേരം കർത്താവെ, അന്നേരം എൻ്റെ മാതാവ് വളർത്തപ്പെട്ടത് ഒരു ക്രിസ്തീയ പാട്ടും ആരാധനയും കുടുംബ പ്രാർത്ഥനയും CSIയിലെ അച്ഛൻ ആയിരിക്കുന്നതുകൊണ്ട് 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു ഭവനത്തിൽ നിന്നാണ് എൻ്റെ മാതാവ് കടന്നു വന്നത്. അതുകൊണ്ട് ആ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ എൻ്റെ മാതാവിന് അതുകൊണ്ട് അതിൻ്റെതായ ആമേൻ പ്രാർത്ഥനയുടെ സ്വഭാവം ആ ഒരു എല്ലാ ദിവസവും ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നു. അത് മുഖാന്തരം ഒരു ഗ്രാൻഡ് ഫാദർ പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥന കേട്ടായിരുന്നു അമ്മ എഴുന്നേൽക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു അപ്പച്ചനായിരുന്നു ആമേൻ. CSIയിലെ അച്ഛനും അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തെ വിളിക്കുന്ന ഒരു അപ്പച്ചനുമായിരുന്നു. അത് മുഖാന്തരം എൻ്റെ അമ്മയ്ക്ക് പ്രാർത്ഥനാ ജീവിതം ചെറുപ്രായത്തിലേ ഉണ്ടായിരുന്നു. എന്നാലോ അന്ന് സഹോദരിമാരൊന്നും അങ്ങനെ അധികം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന കാലഘട്ടമല്ല. ആ സമയത്താണ് കർത്താവ് ചോദിക്കുന്നത്, ആരെനിക്ക് വേണ്ടി പോകും, ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകും. ആ ശബ്ദത്തിന്റെ മുമ്പിൽ എൻ്റെ മാതാവ് പറഞ്ഞു, കർത്താവേ, എന്നെ മതിയെങ്കിൽ ഞാൻ പോയിക്കോളാം. ആമേ, ഹല്ലേലൂയ. അന്നേരം ജോലി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. റിസൈൻ ചെയ്യാൻ പറഞ്ഞു. അന്നേരം എൻ്റെ ഗ്രാൻഡ് പേരൻസ്, അമ്മയുടെ ഫാദറും മദറും റിട്ടയർമെന്റ് കാലത്താണ്. എൻ്റെ മദർ ആയിരുന്നു യങ്ങസ്റ്റ്. ആ പുള്ളിക്കാരിയുടെ ആമേൻ ശമ്പളം കൊണ്ടാണ് പ്രധാനമായിട്ടും ആ കുടുംബം അപ്പച്ചനെ സഹായിച്ച് മുന്നോട്ട് പോകുന്ന സമയം. അന്നേരം അമ്മ റിസൈൻ ചെയ്ത് പരിശുദ്ധാത്മാ പറഞ്ഞ പ്രകാരം ആമേൻ റിസൈൻ ചെയ്തു വന്നു. അന്ന് മാത്തമാറ്റിക്സ് സ്കൂളിലെ ആമേൻ ടീച്ചറായിട്ട് പഠിപ്പിക്കുക, ജയ കിട്ടുക അത്ര എളുപ്പമല്ലായിരുന്നു. 19 വയസ്സുള്ള ഒരു കുട്ടി, കാരണം അമ്മ വലിയ മിടുക്കിയായിരുന്നു. അവൻ IASനൊക്കെ വിടാനായിട്ടിരിക്കുകയായിരുന്നു അപ്പച്ചന്. ആ സമയത്താണ് നങ്ങ്യാർകുളങ്ങര സ്കൂളിൽ ഒരു മാത്സ് ടീച്ചറിന് ആവശ്യമുണ്ടെന്ന് അപ്പച്ചനോട് പറഞ്ഞിട്ട്, അപ്പച്ചനും ടീച്ചറായിരുന്നു ആമേൻ, കോട്ടയം CMS സ്കൂളിലെ ടീച്ചറായിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദർ. അന്നേരം അവർ ചോദിച്ചത് മുഖാന്തരം ആ കിട്ടിയ സമയത്ത് പോയി പഠിപ്പിക്കാനായിട്ട് പോകാനായിട്ട് പറഞ്ഞ് അങ്ങനെ പോയിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടത് റിസൈൻ ചെയ്യാൻ. അന്നേരം അമ്മ അത് കേട്ട് അനുസരിച്ച് വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചു, നിന്നോട് ആരോട് ചോദിച്ചിട്ടാ നീ ഇത് ചെയ്തെന്ന് ചോദിച്ചു. ആമേൻ, ഇന്നത്തെ കാലത്ത് ജോലി കിട്ടാൻ പ്രയാസം. ആ സമയത്ത് നിനക്ക് കിട്ടിയ ജോലി കളഞ്ഞപ്പോൾ നീ ആരോടെങ്കിലും ചോദിച്ചോന്ന് ചോദിച്ചു എൻ്റെ മാതാവ്. എന്നാൽ ആമേൻ, കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരോട് ചോദിക്കാനാ എന്ന് എൻ്റെ അമ്മ പറഞ്ഞു. പക്ഷെ എൻ്റെ അമ്മയുടെ പിതാവ്, അവള് ദൈവശബ്ദമാണ്
കേട്ടെന്ന് അമ്മയോ അപ്പയോട് ചോദിച്ചു, നീ ദൈവത്തിന്റെ ശബ്ദം തന്നെയാണോ എന്ന് ചോദിച്ചു. എൻ്റെ അമ്മ പറഞ്ഞു, അതെ, ഞാൻ ദൈവത്തിന്റെ ശബ്ദം തന്നെയാണ് ഞാൻ കേട്ടത്. എങ്കിൽ നീ അതിനുവേണ്ടി അനുസരിക്കണമെന്ന് എൻകറേജ് ചെയ്തു ഫാദർ. പക്ഷേ എൻ്റെ മാതാപിതാവ് പറഞ്ഞ അന്നാണ് അവസാനമായി എൻ്റെ അമ്മ കണ്ടത്. അന്ന് പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് തൃശ്ശൂർ ആശ്രമത്തിൽ മാവിയുടെ കൂടെ പോയി ജോയിൻ ചെയ്യാനായിട്ട് പെട്ടി അടുക്കിയപ്പം അപ്പച്ചൻ പോയി 1-2 സാരി, അവിടുത്തെ ബദേൽ ആശ്രമത്തിൽ ബ്ലൂവും വൈറ്റും ഒക്കെ ആയിട്ടുള്ള സാരികൾ, ഒരു ലൈറ്റ് ബ്ലൂ സാരിയാണ്, 1-2 മേടിച്ച് എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ നീ തനിച്ച് പോവുക ആണല്ലോ, ഇപ്പൊ ഈ തൽക്കാലത്തേക്ക് ഞാൻ ഇത് കൊണ്ടുപോകും, പിന്നെ ഞാൻ നിനക്ക് കൂടുതൽ സാരികളൊക്കെ മേടിച്ച് തരാമെന്ന് പറഞ്ഞ് അത്യാവശ്യത്തിനുള്ളത് വച്ച് പെട്ടി എടുത്തുകൊണ്ട് ഞാൻ ബസ്സിൽ കയറുമ്പം അപ്പച്ചൻ പറഞ്ഞതാണ്, ബസ്സിലോട്ട് കയറുമ്പോൾ പറഞ്ഞു, ആമേൻ, ഞാൻ ഇനിയും വരുമ്പോൾ നിനക്ക് കൂടുതലൊക്കെ ആയിട്ടുള്ള മേടിച്ചു തരാം. എന്താ വന്നേലും ആ കൊച്ചു പെട്ടിക്കകത്ത് മാറാനുള്ള തുണിയുമായി എങ്ങോട്ടെന്നറിയാതെ തൃശ്ശൂരോട്ട് പോയി ദൈവശബ്ദം കേട്ടിട്ട്. അന്ന് എൻ്റെ മാതാവ് പറയും, പെട്ടി നിറയെ തരാമെന്ന് പറഞ്ഞ എൻ്റെ പിതാവിനെ ഞാൻ പിന്നെ കാണുന്നത് പെട്ടിക്കകത്താ. നാളുകൾക്ക് അധികം നാൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അമ്മയ്ക്ക് 19 വയസ്സേ ഉള്ളായിരുന്നു. ആമേൻ. അന്നേരം പലരും നോക്കാമെന്ന് പറയുന്നവര്, കൂടെ ഇരിക്കാമെന്ന് പറയുന്നവര്, ആമേൻ, ജീവിതത്തിൽ കാണാത്തപ്പോഴും എൻ്റെ മാതാവ് പറയും, അന്ന് വിളിച്ചിട്ട് എന്നെ അവസാനം വരെയും എൻ്റെ കൂടെ ഇരുന്ന ആമേൻ, എന്നോട് പറഞ്ഞ പിതാവ് പോലും മേടിച്ചു തരാമെന്ന് പറഞ്ഞോ, പിന്നെ ഞാൻ പെട്ടിക്കകത്താ കാണുന്നത്. ആമേൻ. പെട്ടി നിറയെ സാധനങ്ങൾ തരാൻ പറഞ്ഞ ആള് പെട്ടിക്കകത്ത് ഇരിക്കുമ്പോൾ, ആമേൻ, ഇരിക്കേണ്ട വന്നപ്പോ, ആമേൻ, എൻ്റെ കൂടെ നടക്കുന്ന ഒരു കർത്താവായി കൂടെ ഉണ്ടായിരുന്ന കാര്യം എൻ്റെ മാതാവ് പറയുന്നത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ആമേൻ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു ഒരു കാര്യം എൻ്റെ മാതാവിനെ കുറിച്ച്. ആമേൻ. ദൈവത്തോടുള്ള സ്നേഹം, ഇറ്റ് ഈസ് സംതിങ്. ചെറുപ്രായത്തിൽ ഞാൻ നോട്ടീസ് ചെയ്തത്, പ്രസംഗമൊന്നല്ല, പുള്ളി പ്രസംഗിക്കാൻ വേണ്ടിയല്ല പോയത്, ദൈവത്തോടുള്ള സ്നേഹം കാരണമായിരുന്നു. ഒരമ്മയെന്ന വീട്ടിൽ അധ്വാനം ഉണ്ടായിരുന്നു, കുടുംബത്തിലാ കയറി വന്ന കല്യാണം കഴിഞ്ഞ്. അത് കഴിഞ്ഞ് അതിൻ്റെതായ ബത്തപ്പാടും വിരുന്നുകാരും എല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കും ഉറക്കളച്ച് എൻ്റെ തുണികളൊക്കെ തയ്ക്കുന്നതും എനിക്ക് വേണ്ടുന്നെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വീട്ടിലെ കാര്യം നോക്കിയിട്ടായിരുന്നു എൻ്റെ മാതാവ് ആമേൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുന്നത്. അതിന് വില കൊടുക്കേണ്ട വന്നിട്ടുണ്ട്. ആമേൻ. അധ്വാനിച്ച ആമേൻ, രാത്രികളിൽ ഉറങ്ങാത്ത രാത്രികൾ അനേകമുണ്ടായിരുന്നു. ആമേൻ. അന്നേരം ഞാൻ ഓർക്കുമായിരുന്നു, ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ പ്രസംഗിക്കാൻ പോയിട്ട് എന്തിനാ. എന്നാലോ എൻ്റെ അമ്മ എപ്പോഴും ഒരു ആത്മാവിനെ, സർവലോകത്തെക്കാട്ടിൽ വലിയതാണ് ഒരാത്മാവ്. അത് എപ്പോഴും എൻ്റെ മാതാവ് പറയായിരുന്നു, എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ ചെല്ലുമ്പോൾ ഐ വോണ്ട് ടു പ്രസന്റ് ആത്മാക്കളെ എന്നുള്ളത്. എൻ്റെ ഹാർട്ട് ബീറ്റ്, ഓരോ ഹൃദയത്തിൻ്റെ ബീറ്റുകളും എന്താണെന്ന് ചോദിച്ചാൽ ആത്മാക്കൾ, ആത്മാക്കൾ, ആത്മാക്കൾ. അതുകൊണ്ട് എന്തുവായിരുന്നെന്നറിയാവോ, എന്നോട് ഒറ്റ കാര്യമേ പറഞ്ഞോളൂ, വെരി ഇന്റൻഷണൽ ആയിരുന്നു. ആമേൻ. എൻ്റെ മാതാവ് ആദ്യം മുതലേ, എന്നെ ചെറുപ്പം പ്രായം മുതലേ അമ്മയ്ക്ക് വലിയ ഒറ്റ കാര്യമേ ഉള്ളായിരുന്നു, അമ്മ എടുത്ത വേദപുസ്തകം ഞാൻ എടുക്കണമായിരുന്നു. ഹല്ലേലൂയ. അമ്മ സ്നേഹിക്കുന്ന കർത്താവിനെ ഞാൻ സ്നേഹിക്കണമെന്ന് ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ മാതാവിന് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തുവാണ്, അമ്മ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കും ഒരു ചെറിയ പായ തന്നിട്ടുണ്ടായിരുന്നു. ആമേൻ. അമ്മയുടെ കൂടെ തന്നെ എന്നെ ഇരുത്തുമായിരുന്നു. ഹല്ലേലൂയ. പലപ്പോഴും കുറച്ച് കഴിയുമ്പോൾ ഞാനങ്ങ് ഉറങ്ങിപ്പോകുമായിരുന്നു. പക്ഷേ ആമേൻ, എല്ലാ കാര്യങ്ങളും ഒരു ഫ്രണ്ടിനോട് പറയുന്ന പോലെ പറയുമായിരുന്നു. പക്ഷെ പറയുന്ന ഒരു കാര്യമുണ്ട്, പലപ്പോഴും പ്രസംഗം കഴിഞ്ഞിട്ടാണേലും ഞാനിങ്ങനെ ഉണർന്നിരിക്കും. കാരണം എനിക്ക് ഈ പ്രാർത്ഥന വലിയ ഇഷ്ടമായിരുന്നു.
അമ്മയുടെ പ്രാർത്ഥന ഒരു ഫ്രണ്ടിനോട് വർത്താനം പറയുന്ന പോലായിരുന്നു. പ്രസംഗിച്ച് നടക്കുകയല്ല. എത്ര 1 മണി 2 മണിയാണേലും ദൈവമായിട്ട് സംസാരിക്കാതെ പുള്ളിക്കാരി കിടക്കത്തില്ലായിരുന്നു. വന്ന എല്ലാ കാര്യങ്ങളും ചോദിക്കുമായിരുന്നു. എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. രാവിലെ വെക്കുന്ന എത്ര കർത്താവെ നാളെ എത്ര പേരെയാവും ഇങ്ങോട്ട് അയക്കുന്നേ എന്നൊക്കെ ചോദിക്കും. ഇന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേരെ അയക്കുന്നത്, ഞാൻ എത്ര അരി ഇടണം. ഞാൻ ചോദിക്കും, അമ്മേ ഇതൊക്കെ എന്തിനാ ഈ ചോദിക്കുന്നത്? അല്ല, ആൾക്കാരെ ദൈവം അയക്കുമ്പോൾ എനിക്ക് ചോറും ഒക്കെ കൊടുക്കണ്ടായോ, അറിയണ്ടായോ? അതൊക്കെ എല്ലാ കാര്യം കർത്താവിനോട്. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവമക്കൾ. അതൊരു വലിയ നിർബന്ധമായിരുന്നു. കഞ്ഞി വെക്കുന്ന പോലും ദൈവത്തോട് ചോദിച്ചു. ആമേൻ. ഞാൻ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ആമേൻ. ഒരു ദിവസം ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് രാവിലെ പറഞ്ഞു, എനിക്ക് ധൃതിയാ മോളെ, എളുപ്പം കഴിക്കുക, ഇന്ന് 15 പേര് വരുമെന്നാ പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞു, എന്നാ ഒന്ന് കാണാം. എൻ്റെ ഉള്ളിനകത്ത് ഞാൻ ഓർത്തു, ഒന്ന് കാണാം, ഇന്ന് 15 പേര് വരുമെന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് കുക്കി, അവളെ അടുക്കളയിൽ ആൾക്കാരുണ്ട്, അവരോട് പറഞ്ഞു 15 പ്ലേറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ റെഡി ആയിരിക്കുക. 1 മണിയായപ്പോൾ അമ്മയുടെ 15 പേരെ കാണുന്നില്ല, എനിക്ക് ചോറുതാ എന്ന് പറഞ്ഞ് ഞാൻ കഴിച്ചു കഴിഞ്ഞു ഏകദേശം 2 മണിയോളം അടുക്കാറായപ്പോൾ പെട്ടെന്നൊരു കാർ വരുന്ന ശബ്ദം കേട്ടു. വന്നപ്പം 2 കാറേലാണ്. ഒരു പ്രാന്തനെയും കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുകയാണ്. കാല് 2 ചങ്ങലയിലാണ്. ആമേൻ. ഭൂതത്തെ പുറത്താക്കുന്നതായിരുന്നു പ്രധാനപ്പെട്ട. ആമേൻ. എൻ്റെ മാതാപിതാക്കൾ ആദ്യത്തെ മിനിസ്ട്രി മുഴുവനും മെൻ്റലായിട്ടുള്ളതും. ആമേൻ ആമേൻ. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങൾ അല്ലല്ലോ, കർത്താവ് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യം, എന്നെ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവരാജ്യത്തിലേക്ക് ആമേൻ പിശാചിൻ്റെ അന്ധകാര ശക്തിയിൽ ബന്ധിച്ചു കിടക്കുന്ന ജീവിതങ്ങളെ അല്ലല്ലോ പുറത്തു കൊണ്ടുവന്ന് ദൈവരാജ്യത്തിലേക്ക് ആക്കുന്നതാണ് പ്രധാനപ്പെട്ട ശുശ്രൂഷ. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ ബന്ധനങ്ങളെ അഴിച്ചുകൊണ്ട് അനേക ശക്തികൾ ആമേൻ ജാതികമായ ദേവന്മാരുടെയും ആമേൻ ഭൂതഗസ്തന്മാരായിരിക്കുന്ന ഭൂതങ്ങൾ ബാധിച്ച അനേകർ ഭവനത്തിൽ വരുമായിരുന്നു. മെന്റലായിട്ടുള്ള ആമേൻ ജീവിതങ്ങൾ. ആമേൻ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഭൂതസ്ഥരായിട്ടുള്ളവര് വിടുവിക്കപ്പെട്ടവരുടെ സാക്ഷ്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ ആമസോണിൽ പോയാൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽ, ഞാൻ 1-2 കഥകൾ മാത്രമേ പറയുന്നുള്ളൂ. അവരുടെ എല്ലാം ഞാൻ സാക്ഷ്യങ്ങൾ ഞങ്ങൾ എടുത്ത് സാലിമോനായി ഏകദേശം 2 വർഷം കൊണ്ട് കളക്ട് ചെയ്ത് ഒരു പുസ്തകം ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നറിയാവോ? ഇന്നും യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ചിലതൊക്കെ രോഗങ്ങളല്ല. ആമേൻ. പൈശാചിക ശക്തിയാൽ ബന്ധിച്ചിട്ടിരിക്കുന്ന പാരമ്പര്യ ശക്തികളുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അനേക ഭൂതഗസ്തരായിരിക്കുന്ന ജീവിതങ്ങൾ വിടുവിക്കപ്പെട്ടിരിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഇവരെ കൊണ്ടുവന്നു 12 മണി മറ്റ് ഞാൻ കാത്തിരിക്കുക. 2 മണിയായപ്പം 2 കാറയിലാണ് ചങ്ങല ഇട്ടുകൊണ്ട് ആൾക്കാരെല്ലാം പിടിച്ചുകൊണ്ട് കയറി വന്നപ്പോൾ തന്നെ മുന്നിരിക്കുന്ന ഞങ്ങളുടെ പൂച്ചട്ടി തട്ടി തകർത്തു. അന്നേരം അതൊക്കെ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ പേടിച്ച് കാണുക, ഇതെന്തുവാ. വന്നിങ്ങോട്ട് എല്ലാവരും കൂടെ പിടിച്ചു കയറ്റി ഇങ്ങനെ നിർത്തിയപ്പോൾ എൻ്റെ ഫാദർ അവിടെ നിന്നോണ്ട് യേശുവിൻ്റെ നാമത്തിൽ അടങ്ങിയിരിക്കെ. ഞാനത് കണ്ടപ്പോൾ അവൻ പേടിച്ച് അവിടെ ഇരുന്നു. നിങ്ങളൊക്കെ എന്നോട് യേശുവിൻ്റെ നാമത്തിലാ കൽപ്പിക്കുന്ന, മിണ്ടിപ്പോയില്ല, അനങ്ങാതെ അവിടെ ഇരുന്നോണം. എൻ്റെ പൂച്ചട്ടി പൊട്ടിക്കാൻ നിന്നോടാര് പറഞ്ഞു? എടുത്തു വെക്കടാ. ഞാൻ അന്നേരം ഓർത്ത്, കർത്താവേ, ഈ ഇവിടെ ഇരിക്കുന്ന ഒന്നും പൊട്ടിക്കാൻ നിനക്ക് അനുവാദമില്ല, ഇത് ദൈവത്തിൻ്റെ ഭവനമാണ്. ഞാൻ അന്നേരം ഓർത്ത്, എൻ്റെ പിതാവ് ഇതൊക്കെ പറയുന്നു. ഭൂതഗസ്തരായിരിക്കുന്ന അവനോട് പറയുകയാണ്. അവൻ ആ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞപ്പം, കർത്താവേ, വന്ന മനുഷ്യനെ അല്ല, അനങ്ങാതെ ശാന്തമായി ആ ചേറിയിരിക്കുന്ന കണ്ടു. അന്നേരം എനിക്ക് കൊച്ചായിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി, ഹല്ലേലൂയ, ഭൂതം ബാധിച്ച് ചങ്ങലെ കിടക്കുന്ന ആ മനുഷ്യൻ അനങ്ങാതെ ഇരിക്കും. അന്നേരം അവർ പറഞ്ഞു, അനക്കാതിരിക്കുന്ന കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പോയി കഴിച്ചിട്ട് വരട്ടെ.
ഞങ്ങൾക്ക് അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കര ഇറങ്ങി കഴിക്കണമെന്നൊക്കെ ഓർത്താ വന്നത്. പക്ഷേ ഇവനെ ഞങ്ങൾക്ക് പിടിച്ചു വെട്ടാൻ വയ്യാഞ്ഞോണ്ട് വണ്ടി നിർത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നേരിങ്ങി പോരുകയായിരുന്നു. ഇനി ഞങ്ങൾ കഴിച്ചിട്ട് വരട്ടെ. അമ്മ പറഞ്ഞു, വേണ്ട, പരിശുദ്ധാത്മാവ് രാവിലെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വരുന്നെന്ന്. ഹല്ലേലൂയ. ഞാൻ 15 പേർക്കുള്ള, ഞങ്ങൾ കുറച്ചു പേരുണ്ട്, അതുകൊണ്ട് അത് പ്രയാസമായിരിക്കും. എത്ര പേരുണ്ടെന്ന് അമ്മ ചോദിക്കുന്നു. ഞാനിതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക. 15 പേരുണ്ട്. അതിനെന്നാ 15 പേരുടെ നമ്പറാ കർത്താവ് എനിക്ക് തന്നത്. അന്നേരം ഞാൻ ഓർത്തു, യേശു എല്ലാ കാര്യങ്ങളും നിന്റെ ഭവനത്തിൽ വരുന്നതും, പ്രാർത്ഥിക്കുന്നവരുടെ അഡ്രസ്സ് അറിയാം, പ്രാർത്ഥിക്കുന്നവരുടെ വീട്ടിൽ വരുന്നത് ആരൊക്കെയാന്ന് യേശുവിനറിയാം. എല്ലാ കാര്യങ്ങളും നല്ല നിശ്ചയമുണ്ട്. കാരണം കണ്ണുണ്ടായിട്ടും കാണാത്തവനല്ല, നിന്നെ നല്ലതായിട്ട് കാണുന്നവൻ. നീ എങ്ങോട്ട് പോകുന്നെന്നും നീ എവിടെയാണെന്നും, ഹല്ലേലൂയ, നീ വരുന്നെന്നും നേരത്തെ പറയുന്നവനാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, പൗലോസ് ശൗലായിട്ട് 3 ദിവസമായി കണ്ണ് കാഴ്ചയില്ലാതിരിക്കുമ്പം അനന്യാസിനോട് 9-ാം അധ്യായത്തിൽ, അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ പറയുന്നത് നമുക്കറിയാം. ഹല്ലേലൂയ. എന്തുവാണ്? അവൻ പ്രാർത്ഥിക്കുന്നെന്ന്. 3 ദിവസമായി കണ്ണ് കാണാതായിരുന്നു, ഇപ്പൊ പ്രാർത്ഥിക്കുന്നെന്ന് ദൈവം കണ്ടിട്ട് അനന്യാസിനോട് പറയുകയാണ്, നീ ഇനി ഒന്ന് ചെല്ല അവിടോട്ട്, അഡ്രസ്സും പറഞ്ഞു കൊടുത്ത എവിടെ ഇരിക്കുന്നെന്ന്. അതിൻ്റെ അർത്ഥം ദൈവത്തെ അന്വേഷിക്കുന്നതും, ദൈവത്തെ അന്വേഷിക്കാൻ നീ കണ്ടെത്തും. അവിടെ അന്വേഷിച്ചിരിക്കുന്നിടത്ത് ദൈവം നിന്നെ വന്ന് കണ്ടുമുട്ടുന്നവനാണെന്ന്. നീ യഥാർത്ഥമായ ദൈവമില്ല എന്ന് പറയുന്നെങ്കിൽ, ആമേൻ, ദൈവമുണ്ടെങ്കിൽ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നുവെന്ന് നീ ദൈവത്തോടൊന്ന് പറഞ്ഞേ. ദൈവം എങ്ങനെയുള്ള എവിടെയെങ്കിലും ദൈവമുണ്ടെങ്കിൽ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, പക്ഷെ ദൈവം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തെളിയിച്ചു തരണേ എന്ന് പറഞ്ഞാൽ കർത്താവ് വരും കേട്ടോ, നിന്നെ തെളിയിച്ച് കാണിക്കും. ആമേ, ഞാൻ കണ്ടത് അനേകം പേരുടെ സാക്ഷ്യം വീട്ടിൽ കുഞ്ഞായിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് എൻ്റെ മാതാപിതാക്കൾ സേവിക്കുന്ന കർത്താവിനെ ഈ വേദപുസ്തകം എടുത്തുകൊണ്ട് ഇപ്പൊ നിങ്ങളോട് പറയുന്നതിൻ്റെ കാരണം എന്തെന്നറിയാവോ? ഞാൻ ചെറുപ്രായത്തിൽ കണ്ടു. അത് വിശ്വസിച്ചവർ വിടുവിക്കപ്പെടുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ഹല്ലേലൂയ. അന്ന് അവിടെ ആ ഭൂതം പിടിച്ച് ചങ്ങലയിൽ കാലും ചങ്ങലയിട്ട്, ആമേൻ, ഹല്ലേലൂയ, കൊണ്ടുവന്ന അവൻ സുബോധിതനായി. ഹല്ലേലൂയ. ഭൂതം അവനിൽ നിന്ന് വിട്ടുപോയി. ഹല്ലേലൂയ. തിരുവനന്തപുരത്ത്, ഹല്ലേലൂയ, അദ്ദേഹത്തെ എനിക്ക് ഒരു 5-6 വർഷത്തിന് മുമ്പ് നാട്ടിൽ ചെന്നപ്പോൾ കാണാനിടയാക്കി. എന്നോട് ചോദിച്ചു, എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരിക്കലും മറന്നിട്ടില്ല. ഞാൻ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി കുഞ്ഞായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അന്നാണ് ഓർമ്മ നല്ലതായിട്ട് കണ്ട് ഞാൻ ഈ കർത്താവിനെ ഭയപ്പെടാനും ഈ കർത്താവിനെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി, ഹല്ലേലൂയ, അതെൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനും ഞാൻ എൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുത്തത് അന്നാ യേശുവിൻ്റെ നാമത്തിൽ ആ ഭൂതഗ്രസ്തൻ അനങ്ങാതിരിക്കുന്ന കണ്ടപ്പോഴാണ്. അത് മാത്രമല്ല, എൻ്റെ പിതാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ പറഞ്ഞപ്പോൾ തറയിലോട്ടടിച്ച് താഴെ വീണ് ഉരുണ്ട് പൊയ്ക്കൊള്ളാമേ പൊയ്ക്കൊള്ളാമേ എന്ന് പറഞ്ഞു വിട്ടുപോയ സംഭവം ഞാൻ അറിയുന്നു. ആമേൻ. നിങ്ങളെ നാളുകളായി, ആമേൻ, ജീവിതത്തിൽ എന്തെങ്കിലും പൈശാചിക ശക്തിയായി, ഹല്ലേലൂയ, വിടുവിക്കപ്പെടുവാൻ ഉറങ്ങാൻ കഴിയുന്നില്ല, സമാധാനമില്ല, കൈക്കൂടെയും കാലിക്കൂടെയും പെരുത്ത് കയറുന്നുണ്ട്. ആമേ, അതെന്താന്നറിയുന്നില്ല. ഹൃദയത്തിനകത്ത് വലിയൊരു ഭാരമായി തോന്നുന്നു, ആരാണ്ട കയറിയിരിക്കുന്നതായിട്ട് തോന്നുന്നു. തലയ്ക്കകത്തും, ആമേൻ, പലതും ഇങ്ങനെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ പൈശാചിക ശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വിടുവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ യേശു ഈ കേൾക്കുന്ന, ആമേൻ, ഹല്ലേലൂയ, ജീവിതമേ, യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്നുള്ള വിടുതല്, ആമേൻ, കുടുംബമായി അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. സമാധാനമായി ഉറങ്ങുവാൻ ഈ യേശു ഇടയാക്കും. ആമേൻ. അതുകൊണ്ട് അന്ന് എനിക്ക് ദൈവത്തെ ഇടയാക്കാൻ, ആമേൻ, വിശ്വസിക്കാൻ ഇടയായി. ഈ പിശാച് പറഞ്ഞാണ് എൻ്റെ പിതാവും സ്നാനമേക്കാൻ ഇടയായത്. എൻ്റെ പിതാവ് ചെറുപ്രായത്തിൽ
ആമേൻ. സ്നാനമേറ്റതാണ്, മാമോദിസ, ആമേൻ, എൻ്റെ ഗ്രാൻഡ് പേരൻസ് കൊടുത്തതായോണ്ട് ഇനി സ്നാനത്തിൻ്റെ ആവശ്യമില്ല. ഒരു സ്നാനം രക്ഷിക്കപ്പെട്ടെങ്കിലും പിന്നെ മാർത്തോമാ സഭയിലെ സേവിയ സംഘത്തിൻ്റെ അവിടുത്തെ ഇതിലൊക്കെ സഹായിക്കാനും ഒക്കെ പോവുമായിരുന്നു. അമ്മച്ചി അതിനകത്തെ പ്രസിഡന്റ് ആയിരുന്നു. അന്നേരം അമ്മച്ചിയുടെ കൂടെ സഹായിക്കാനും ഒക്കെ പോകുമായിരുന്നു. സൺഡേ സ്കൂൾ പഠിപ്പിക്കുമായിരുന്നു. ഇനി അത് മതി എന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ് ഒരു ഭൂതം, കടമറ്റത്ത് കത്തനാര് എന്ന് പേര് പറയുന്ന ഒരച്ഛൻ്റെ, ആമേൻ, പുണ്യാളൻ എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ഒരു കുടുംബം ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്നു. വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഉടനെ ആ ഭൂതം വെളിപ്പെട്ടു. പിതാവ് ചോദിച്ചു എൻ്റെ പേരെന്നമാണ്. അന്നാണ് അറിയുന്നത് ഈ പുണ്യവാളന്മാരെന്ന് പറഞ്ഞ്, ആമേൻ, പലപ്പോഴും നമ്മൾ സേവിക്കുമ്പോൾ അറിയുന്നില്ല അവരും മരിച്ചു സ്വസ്ഥതയിൽ കഴിയുകയാണ്. അവർ ജീവിച്ചപ്പോൾ സെയിന്റ് ആയിരുന്നു. പക്ഷെ മരിച്ചു കഴിയുമ്പോൾ, ആമേൻ, അവർക്ക് വേറെ അവരുടെ പേര് വിളിച്ചത് കൊണ്ട് ഒന്നും അവർക്ക് കഴിയുകയില്ല. കർത്താവിൻ്റെ വരവെങ്കിലാണ് ഈ മരിച്ചവരൊക്കെ എഴുന്നേൽക്കുന്നത്. എന്നാലോ അവരുടെ പിശാച് പറയാൻ തുടങ്ങി, ഇതൊരു അച്ഛനല്ലായിരുന്നോ, അതെങ്ങനാ നിന്റെ പേരാകുന്നേ? അത് പറയാം. ഈ ഭൂതം പറയാൻ തുടങ്ങി. അത് ഞാൻ ഓർക്കുന്നുണ്ട്. ആമേൻ, പറയാൻ തുടങ്ങി. അത് ഇവര് വിളിക്കുമ്പോൾ, ഈ വിശ്വാസികൾ വിളിക്കുമ്പോൾ, അച്ഛന് വരാൻ കഴിയാത്തപ്പോൾ ആ പേരും പറഞ്ഞ് ഞങ്ങളങ്ങ് വരും. അങ്ങനെ എൻ്റെ പിതാവ് ആദ്യമായി, അതൊരു വലിയൊരു അതിശയമായി അന്ന് രാത്രിയിൽ സംസാരിക്കുന്ന ഞാൻ വീട്ടിൽ കേട്ടു. അന്നേരം മനസ്സിലായി, പുണ്യാളന്മാരാരുമില്ല, യേശു മാത്രമേ ഉള്ളൂ മധ്യസ്ഥൻ, വേറെ ആരെയും വിളിക്കാനൊക്കെ ഇല്ലെന്ന് എൻ്റെ പിതാവിന് അതിൽ കൂടെ മനസ്സിലായി. ആമേൻ. യേശു മാത്രം മധ്യസ്ഥൻ. യേശുവിനെ വിളിച്ചാൽ രക്ഷയുണ്ട്. അല്ലാത്ത എല്ലാ പുണ്യാളന്മാരും, വേളാങ്കണ്ണി മാതാവെന്ന് പറയുന്ന പിശാചെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. മാതാവ് പുണ്യവതിയായിരുന്നു, സെയിന്റ് ആയിരുന്നു. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് പുണ്യവതിയാണെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അവർക്കെല്ലാം പ്രതിഫലം തരുന്നൊരു സമയമുണ്ട്. പക്ഷേ അവരെ വിളിക്കുമ്പോൾ അവർക്ക് കഴിയാത്തപ്പോൾ ആരാ വരുന്നെന്നറിയാവോ? ഈ പൈശാചിക ശക്തികളാണ്. അതുകൊണ്ട് അറിവില്ലാഞ്ഞോണ്ട്, ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് വിസ്ഡം പീപ്പിൾ പെറിഷ്. പരിജ്ഞാനമില്ലാതെ ജനം തെറ്റുന്നു എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ദിവസങ്ങൾ അറിയണം, വിളിക്കുന്നത് യേശുവിനെ മാത്രമേ വിളിക്കാവൂ. അവന്റെ പേരെ വേറെ ദൈവങ്ങൾ ആരും ഉണ്ടാകരുത്. ആമേൻ. അതുകൊണ്ട് ആമേൻ, ഇത് എൻ്റെ പിതാവിനിടയായി. അത് ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴേ അതെൻ്റെ ഉള്ളില്, ആമേൻ, യേശുവിൻ്റെ ശക്തി, യേശു മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ആ സ്ഥലത്ത് വരാനൊക്കെ ഇല്ലെന്ന് എൻ്റെ ഉള്ളിൽ. ഇതൊക്കെ എന്താ ഞാൻ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എഴുതി വെച്ചിടത്തൊന്നും എഴുതി വെച്ചിട്ടുമില്ല. ആമേൻ. എന്നാലോ ഹല്ലേലൂയ, നമ്മൾക്ക് അറിയായ്മയുടെ കാലങ്ങളുണ്ട്, അതുകൊണ്ട് തെറ്റിപ്പോകരുത്. പക്ഷെ ആ സമയം യേശുവിനെ ഒന്ന് വിളിച്ചു നോക്ക്. ആമേൻ. അവൻ ജീവനോട് ഇരിപ്പുണ്ട്. യേശുവിൻ്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥ ചെയ്യാൻ തന്നെ ഹല്ലേലൂയ അവൻ ഇരിക്കുന്നു. ഈ വിഷയം പലവർക്കും മനസ്സിലാകാൻ കഴിയാത്തത് കൊണ്ട് ഇന്നും സിൻസിയറായിട്ട് മാതാവിൻ്റെയൊക്കെ ഇല്ലേ പുണ്യാളവൻ എന്ന് വിചാരിക്കുന്ന, സെയിന്റ് എന്ന് വിചാരിക്കുന്ന അനേകരുടെ മുന്നിൽ പോയി സിൻസിയറായി പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങൾ ഇഷ്ടം പോലുണ്ട്. അതുകൊണ്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കാർക്കും നമ്മളെ രക്ഷിപ്പാൻ കഴിയുകയില്ല. രക്ഷിതാവായ ഒരുവനേ ഉള്ളൂ. ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മീതെ വേറൊരു നാമമില്ല.
യേശുവിൻ്റെ നാമം. അതുകൊണ്ട് ഒന്നുകൂടെ ഓർപ്പിക്കുന്നു, എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഞാനത് കണ്ടതാണ്. ഇങ്ങനെ ആരാധിച്ച അനേകരുടെ ജീവിതത്തിൽ ഈ പൈശാചിക ശക്തി അവരെ ബന്ധിച്ച് അവർക്ക് തന്നെ അറിയയില്ല അവരെന്തുകൊണ്ട് ഈ മാതാവിനെ വിളിക്കുന്നുവെന്ന്. എന്നാലോ വിളിക്കുന്നുണ്ട്, ജീവിതത്തിൽ നിരാശ. എന്നാലോ അത്ഭുതങ്ങൾ കണ്ടിട്ട് നമ്മൾ ആരെയും പിൻഗമിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പിശാചിനും അവന്റെ ശക്തികൾക്കും പലതും ചെയ്യാൻ കഴിയും. മോശയുടെ ജീവിതം നോക്കിയാൽ നമുക്കറിയാം. മോശ ദൈവം പറഞ്ഞതുപോലെ അവന്റെ കയ്യിലുള്ള വടി ഇട്ട് അത്ഭുതങ്ങൾ കാണിച്ചു. അതേപോലെ തന്നെ കൊട്ടാരത്തിലെ ദൈവങ്ങളെ സേവിക്കുന്ന അവിടുത്തെ ദേവന്മാർ, വിദ്വാൻമാർ ഇല്ലെങ്കിൽ അവര് രാജാവിൻ്റെ ആൾക്കാര് അതേപോലത്തെ മോശ ചെയ്ത പോലെ ചെയ്തു എന്ന് നമുക്ക് കാണാം. എന്നാലോ പ്രത്യേകം സൂക്ഷിച്ചാൽ ഒരു വ്യത്യാസം കാണാം. മോശയുടെ വടിയിട്ടു പാമ്പായി മാറി, അതുപോലെ തന്നെ അവരും ചെയ്തു. പക്ഷെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ആ പാമ്പ് മറ്റതിനെ വിഴുങ്ങിക്കളഞ്ഞുവെന്ന്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കണം, അത്ഭുതങ്ങളെല്ലാം ദൈവത്തിൽ നിന്നല്ല. അതിന് ഞാൻ പറയുന്നോണ്ട് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുതേ. അത് ദൈവത്തോട് ചോദിച്ചാൽ വെളിപ്പെടുത്തി തരും. എല്ലാ ശക്തികളും ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് പിശാച് നമ്മളെ മനസ്സിലാക്കി വിശ്വസിപ്പിക്കും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ യേശു അല്ലാതെ വേറൊരു നാമമില്ല എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. വേറൊരു ദൈവമില്ല. അതുകൊണ്ട് ഇത് വിശ്വസിച്ച് മുന്നോട്ട് പോയിട്ടുള്ളതിന് വേറൊരു ഉദാഹരണം എൻ്റെ ജീവിതത്തിൽ. ഞാൻ ഉണ്ടായപ്പോൾ എൻ്റെ മാതാപിതാക്കളെ സുവിശേഷത്തിന് വേണ്ടി യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് കൂടുതൽ ധൈര്യത്തിൽ പറയുന്ന കാര്യം, ഞാൻ ഉണ്ടായപ്പോൾ എൻ്റെ 2 കാലും തളർന്ന ഒരു പൈതലായിട്ടാണ് ജനിച്ചത്. ഈ ഒരു സയൻസോ ഈ ലോകത്തിലുള്ള ഒരു കുഞ്ഞുങ്ങൾ പോലും അന്ന് ഓർത്തില്ല ഞാൻ നടക്കാൻ കഴിയുമെന്ന്. 2 കാലും നടക്കാത്ത ഒരു പൈതലായിട്ടാണ് എൻ്റെ മാതാപിതാക്കളെ വിശ്വാസം പഠിപ്പിച്ചത്. ഞങ്ങൾ 2 കുഞ്ഞുങ്ങളാണ്. എൻ്റെ സഹോദരൻ ഉണ്ടായപ്പോൾ ഹൈഡ്രോകെഫാലസ് എന്ന് പറഞ്ഞ ഒരു അസുഖമായിട്ടാണ് വന്നത്. ഡോക്ടർമാരെല്ലാം തള്ളി. 4 വയസ്സ് വരെ ജീവിച്ചാൽ തന്നെ ഒരു റിട്ടാർഡഡ് ചൈൽഡ് ആയിരിക്കുമെന്ന് പറഞ്ഞു. അന്നേരം ഓർത്തോണേ, എൻ്റെ പിതാവിനെയും മാതാവിനെയും യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി പഠിപ്പിക്കുവാൻ അങ്ങനെ ഒരു പൈതൽ എൻ്റെ പിതാവിനും മാതാവിനും കിട്ടി. കൃപയാൽ ഈ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അവർ വിശ്വസിക്കുവാൻ തീരുമാനിച്ചു. അതാണ്. ഹല്ലേലൂയ. ദാറ്റ് ഈസ് എ ചോയ്സ് ദാറ്റ് വി നീഡ് ടു മേക്ക്. അത് നമ്മുടെ തെരഞ്ഞെടുപ്പാണ്. കൃപയാൽ എൻ്റെ മാതാവും പിതാവും വചനം പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ വേദപുസ്തകം എഴുതിയിരിക്കുന്നത് പോലെ വിശ്വസിക്കുവാൻ അവർക്ക് കൃപ ലഭിച്ചു. അതൊരു കൃപയാണ് കേട്ടോ. പിതാവ് അത് തരും. വിശ്വസിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. ഇന്ന് കേൾക്കുന്ന നിങ്ങൾക്ക്, ആമേൻ, ഇത് യേശുവുമായിട്ടൊരു ബന്ധമോ അതിൻ്റെ അനുഭവങ്ങളോ ഒന്നും അറിഞ്ഞിട്ടോ അങ്ങനത്തുള്ള ഒരു കുടുംബത്തിലോ അറിവോ ഈ ജീവിതത്തിൽ ഇല്ലായിരിക്കാം. ഇതൊക്കെ പോഷ്കാണെന്നും ഇതൊക്കെ കള്ളമാണെന്നും ഇതൊന്നും സത്യമല്ലെന്ന് വിശ്വസിക്കുന്നതാണെങ്കിലും, ഞാൻ തെറ്റാ പറയുന്നെങ്കിൽ നിങ്ങൾക്കൊരു കുഴപ്പവും വരാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ, ആമേൻ,
നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമാകരുത്. എൻ്റെ പിതാവും മാതാവും ഒരു അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇല്ലാഞ്ഞ സമയത്ത്, ഈ എല്ലാവരും തള്ളിയ സമയത്ത്, ഡോക്ടർ ചാണ്ടിയായിരുന്നു വല്ലൂര്, പറഞ്ഞു ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് അയച്ചപ്പോൾ കൃപയാൽ അവർ യേശുവിൻ്റെ നാമത്തിൻ്റെ സൗഖ്യം അവർ വിശ്വസിച്ചു. എൻ്റെ ബ്രദറിനെ, ആമേൻ, ഹല്ലേലൂയ, ഒരു ദിവസം എൻ്റെ മാതാവ്, ആമേൻ, കുളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവശബ്ദം കേട്ടു, ആ കുഞ്ഞിനെ എടുത്ത് സ്തോത്രം ചെയ്യാൻ. മരണത്തോട് മല്ലിട്ടുകൊണ്ട് ശരീരം ശോഷിച്ച് വലിയ തലയുള്ള ഹൈഡ്രോകെഫാലസ് ആയിട്ട് തലയിൽ വെള്ളം കെട്ടി, ആമേൻ, ഷണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മകനെ, കണ്ണുമെല്ലാം കുഴിഞ്ഞ് വലിയ തലയുള്ള ആ പൈതലിനെ എൻ്റെ മാതാവിനോട് ദൈവം പറഞ്ഞു എടുത്ത് സ്തോത്രം ചെയ്യാൻ. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ കാണുന്നതല്ല, ഇനിയും ഈ പൈതൽ കൂടെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വാസ കണ്ണുകൊണ്ട് കണ്ട് സ്തോത്രം ചെയ്യാൻ പറഞ്ഞു. എൻ്റെ മാതാവ് അതുപോലെ അനുസരിച്ചു. ആമേൻ. അത് സ്തോത്രം ചെയ്തു. സ്തോത്രം ചെയ്ത ദിവസം 8 പ്രാവശ്യം എൻ്റെ ബ്രദർ വോമിറ്റ് ചെയ്തു. അന്നേരം ഓരോ പ്രാവശ്യവും അതെല്ലാം ക്ലീൻ ചെയ്യുമ്പം ഉള്ളിനകത്ത് ഇന്ന് കൂടുതൽ വിശ്വസിച്ച ദിവസമാ, കണ്ടില്ലേ, എന്നാലും എന്തോ ഉള്ളിനകത്ത് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട് എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം ഞാൻ വിശ്വസിക്കാൻ പോവുകയാണ്. അങ്ങനെ എൻ്റെ മാതാവും പിതാവും ഇതിൻ്റെ നടുവിൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വിശ്വസിച്ചു. അത് മുഖാന്തരം എൻ്റെ ബ്രദർ വിടുവിക്കപ്പെട്ടു. മാത്രവുമല്ല, ഹി വാസ് എ ന്യൂറോ സർജൻ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കുന്ന, വിടുവിക്കുന്ന, ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറായി മാറി. ആമേൻ. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി പഠിപ്പിക്കുകയായിരുന്നു. ആമേൻ. അന്ന് പാരമ്പര്യത്തിൽ പലരെയും പുണ്യാളന്മാരെ വിളിക്കുന്ന അനേകര് ചുറ്റുപാടുകളിലെല്ലാം ഉണ്ടായിരുന്നു. അവിടെ വിളിച്ചാൽ രക്ഷ കിട്ടുമെന്ന് ആമേൻ പലരും കമന്റ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്ന്. ആമേൻ. ഇന്നടത്ത് പോയി, ഇന്നടത്ത് സൗഖ്യം കിട്ടിയിട്ടുണ്ട്, ഒന്ന് പോയി നോക്കുന്നൊക്കെ പലരും ആമേൻ റെക്കമെൻഡ് ചെയ്ത സമയങ്ങളിലും ഉള്ളിനകത്ത് പരിശുദ്ധാത്മാവ്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. യേശുവിനു വേണ്ടി ജീവിതം കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് എന്തുവാന്നറിയാവോ? ജീവിതം ഏൽപ്പിച്ചു കഴിയുമ്പോൾ ആ ഇടയന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങും. അഥവാ വഴിതെറ്റിപ്പോകുമ്പോൾ ആ ഇടയൻ നമ്മളോട് തന്നെ സംസാരിക്കും. അറിയായ്മയുടെ കാലങ്ങളിൽ പലരെയും വിളിക്കുകയോ ദേവന്മാരെ വിളിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ അവൻ കാണിച്ചു തരും സത്യം. എന്താണ് പറയാ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അവൻ വഴിയാണ്, അവൻ സത്യമാണ്. അവനെ അന്വേഷിച്ചാൽ അവൻ വഴി കാണിച്ചു തരും. ആമേൻ. യേശു മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അവനിൽ കൂടെ മാത്രമേ നിത്യജീവൻ, എന്നേക്കും ജീവിക്കുന്ന, എന്ന് പറഞ്ഞാൽ മരണം വന്ന് ഈ ശരീരം മരിച്ചാലും എന്നേക്കുമായി യേശുവിൻ്റെ കൂടെ ജീവിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇന്നിത് കേൾക്കുന്നത്. നിങ്ങൾ ഇവിടെ കേൾക്കുന്നതിൻ്റെ കാരണം, യേശുവിനെ ജീവിതം കൊടുത്ത് അവന് വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ മരണത്താൽ വേർപെടുന്ന ഒരു ബന്ധമല്ല, എന്നേക്കും. അതാണ് പിന്നെയും ആ യോഹന്നാൻ 14 എഴുതിയിരിക്കുന്നത്, ഞാൻ പോകുന്നു എന്തിനാണെന്നറിയാവോ? നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നു. എന്തിനാ? ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും എന്നോടുകൂടെ ഇരിക്കാൻ. ആരെങ്കിലും പറയാറുണ്ടോ? എൻ്റെ കൂടെ നിങ്ങൾ എന്നേക്കും ജീവിക്കണം. നമ്മളൊരു വീട്ടിൽ പോയാൽ കുറേ ദിവസം കഴിയുമ്പോൾ ചോദിക്കും, നിങ്ങൾ എന്നാ പോകുന്നതെന്നില്ലേ?
ആ വരുമ്പോളേ ചോദിക്കും. ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ അമേരിക്കയിൽ നിന്നൊക്കെ വരുമ്പോളേ ആൾക്കാർ ചോദിക്കൂലേ എത്ര ദിവസത്തെ പ്ലാനാണ് അല്ലേ. പക്ഷെ യേശു പറയുന്നത് എന്തെന്നറിയാമോ? ഞാൻ പോകുന്നു, എൻ്റെ കൂടെ നിങ്ങളും കാണാൻ ഞാൻ ഭവനം ഒരുക്കും. അവൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. ഞങ്ങൾ അനുഭവിക്കുന്നു. ഇന്ന് മരിച്ചാൽ എനിക്കറിയാം ഞാൻ എവിടാ പോകുന്നത്. എൻ്റെ യേശുവിൻ്റെ അടുത്താണ്. കാരണം ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. എൻ്റെ അപ്പനും അമ്മയും അതെനിക്ക് പറഞ്ഞു തന്നു. അപ്പനും അമ്മയും പോയത് കൊണ്ടല്ല ഞാൻ പോകുന്നത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആമേൻ. കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാപിതാക്കൾ വിശ്വസിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ 2 കാലം നടക്കാത്തവളായി ജനിച്ചെങ്കിലും എൻ്റെ മാതാവ് വിശ്വസിച്ചു. ഈ കാലം കൊണ്ട് സുവിശേഷം അറിയിക്കുന്ന കാലെത്ര മനോഹരം. അത് പിശാചിനറിയാമായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും എന്നെക്കുറിച്ചുള്ളത്. ഈ സുവിശേഷമായ രാജ്യങ്ങളിൽ ഞാൻ ഇപ്പോൾ പോകുമ്പോൾ എനിക്ക് ഒന്നറിയാം. എന്തായിരുന്നു ഞാൻ ജനിച്ചപ്പോൾ പിശാചിന്റെ പദ്ധതി? എന്തായിരുന്നു? എൻ്റെ ഈ കാല് നടക്കാത്തവളായി, ഹല്ലേലൂയ, ആമേൻ, മുടന്തിയായി കഴിയാൻ ആഗ്രഹിച്ച ആ അനുഭവത്തിൽ നിന്ന് എൻ്റെ യേശു അവൻ്റെ നാമത്തിൽ വിടുതൽ തരിക മാത്രമല്ല, ഈ 60-ാമത്തെ വയസ്സിലും, ആമേൻ, ഹല്ലേലൂയ, കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പേ ഇംഗ്ലണ്ടിൽ പല സ്ഥലങ്ങളിലും സുവിശേഷം കഴിഞ്ഞിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ഈ ദേശങ്ങളിലും ആമേൻ ട്രാക്സ് കൊടുക്കാനും ജയിലുകളിലും ആശുപത്രികളിലും ആമേൻ നഴ്സിംഗ് ഹോമിലും ചുറ്റുപാടിലും ആമേൻ എനിക്ക് എവിടെല്ലാം സമയം കിട്ടുന്നോ എവിടെല്ലാം അല്ലല്ലോ സ്റ്റേജുകളിൽ മാത്രമല്ല, ഒരു TV-യിൽ മാത്രമല്ല, അല്ല എൻ്റെ ചുറ്റുപാടും ഈ യേശുവിനെ അറിയാത്ത അനേക ജീവിതങ്ങൾ ചുറ്റുപാടും ഇല്ലാതെ മരിക്കുന്നു എന്ന് എനിക്കറിവുള്ളത് കൊണ്ട് ഞങ്ങളുടെ ഏരിയയിൽ മുഴുവൻ ഡ്രഗ്സും ആൽക്കഹോളുമാണ്. ആമേൻ. ഹോംലെസ് ആയിട്ടുള്ള സ്ഥലത്ത് കഴിഞ്ഞ ആഴ്ചയിലും 3 പേര് യേശുവിനെ സ്വീകരിക്കാൻ ഇടയായി. എപ്പോഴാണെന്നറിയാവോ? ആൽക്കഹോളും ഡ്രഗ്സും എടുത്ത് മുന്നത്തെ പല്ലുകളൊന്നുമില്ല, കറുത്താണ് ഇരിക്കുന്നത്. ആമേൻ. ജയിലുകളിൽ മാറി മാറി. ഇപ്പോൾ ഒരു സഹോദരിയുണ്ട്, പിന്നെ മേർഡർ കേസിൽ പ്രിസണിൽ കിടന്ന ഒരാളാണ്. യേശു ജീവിതങ്ങളെ, കൊലപാതകരെ, ആമേൻ, ആത്മഹത്യക്ക് ചെയ്തിട്ട് അത് ചെയ്യാതെ അതിൽ നിന്ന് ആമേൻ മരിക്കാൻ കഴിയാതെ പിന്നെയും നിരാശയുടെ വക്കിലിരിക്കുന്ന അനേക ജീവിതങ്ങൾ യേശു ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് കേൾക്കുന്നത്. യേശുവിന് മാത്രമേ അത് കഴിയത്തുള്ളൂ. പറയാൻ കാരണം എന്താ അത്ര ധൈര്യമായിട്ട് സിസ്റ്ററെ പറയാൻ കാരണം? അയ്യോ, ഞാൻ യേശുവിൻ്റെ പോയിട്ട് ജയിലുകളിലും ആമേൻ മദ്യപാനത്തിലും ആൽക്കഹോളും ഡ്രഗ് അഡിക്ട്സും ഹോമോസെക്ഷുവാലിറ്റിയിലും ഒക്കെ ജീവിക്കുന്ന ജീവിതങ്ങൾ ഈ ദിവസങ്ങളിൽ എനിക്ക് കാണാൻ ഇടയാകുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ വിടുതൽ പ്രാപിക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്നാൽ ഞാൻ കൊണ്ടുപോകാ സ്ഥലത്ത് ഇപ്പോൾ 19 പേര് ആമേൻ പിന്നെ കൂടി വരുന്ന ഒരാള് കടന്നു വന്നതേ ഉള്ളൂ. ഇപ്പൊ അവള് കഴിഞ്ഞ ആഴ്ച പറയുമായിരുന്നു, സിസ്റ്ററെ എനിക്ക് ചർച്ചൊന്ന് തുറന്നു തരാവോ, എനിക്ക് വചനം കേൾക്കാൻ ഏകദേശം ഒരു 50-60 പേര് കാണും. ആമേൻ. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആൾക്കാരില്ലെന്നേ ഉള്ളൂ. ആമേൻ. ഇവര് വന്നാൽ ഇവരെ ലീഡ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരില്ലാത്തതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കൊയ്ത്തിന്റെ ഉടമസ്ഥനോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവേ, അന്ത്യകാലത്ത് ഇന്ന് മദ്യപാനത്തിലും ആൽക്കഹോൾ ഡ്രഗ് അഡിക്ട്സ് ഉള്ളവരെ കർത്താവ് ഈ ദിവസങ്ങളിൽ ദൈവരാജ്യത്തിലോട്ട് കേട്ടുകൊണ്ടിരിക്കുക. കാരണം എന്തെന്നറിയാവോ? പള്ളിയിലും ഹല്ലേലൂയ ആമേൻ പെന്തിക്കോസിൽ നിന്ന് പറയുന്നവരും ആമേൻ ഹല്ലേലൂയ ജീവിതമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ദൈവം ഒന്നുമില്ലാത്തവരെ ഈ ദിവസങ്ങളിൽ ആമേൻ ഹല്ലേലൂയ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥമായി ചോദിക്കുന്നെങ്കിൽ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ. എൻ്റെ മാതാപിതാക്കളുടെ വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് വന്നു. ഇതെല്ലാം കേട്ടുവെങ്കിലും എനിക്ക് കഥ പറയാനുള്ളത് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടന്നത് എന്തെന്നറിയാം?
എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു, എനിക്ക് വിടുതൽ കിട്ടി. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്ന് വന്നു. അതുകൊണ്ട് എന്തുവാണെന്നറിയാം, മേരിക്കോറിൻ്റെ മോളാവുന്നതായോണ്ടേ വല്ല സഭായോഗത്തിനൊക്കെ ചർച്ചുകളിലൊക്കെ ഞായറാഴ്ച ഞങ്ങളുടെ പെന്തിക്കോസ് സഭകളിലൊക്കെ പോയാൽ പാസ്റ്റർമാര് എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നവർ ഒത്തിരി പേര്, എൻ്റെ മാതാപിതാക്കളുടെ ശുശ്രൂഷയിൽ വന്നവരൊക്കെ ഇപ്പോൾ പലയിടത്തും ശുശ്രൂഷയിൽ ഇരിക്കുന്നത്, അവരെ സ്നേഹിച്ച് എന്നോട് പറയും, സിസ്റ്ററിന് ഇച്ചിരി ഫ്യൂ മിനിറ്റ്സ് പ്രസംഗിക്കാൻ തരും. അതെനിക്കറിയാം. അതുകൊണ്ട് എന്തെടുക്കുമെന്നറിയാം, പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. കാരണം അങ്ങനെ ആയിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് എന്നോട് മർക്കോസ് 3:14 യേശു ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് എന്തിനാണെന്നറിയാവോ? അവൻ്റെ കൂടെ ഇരിക്കാൻ. അറിയാവോ? ഹല്ലേലൂയ. അവൻ്റെ കൂടെ ഇരിക്കാനാണ് ഭവനം പണിയുന്നത്. അല്ലല്ല, ശിഷ്യന്മാരെ വിളിച്ചത് എന്തിനാണെന്നറിയാവോ? ആദ്യമേ അവൻ്റെ കൂടെ ഇരിക്കാനും, പിന്നെ പ്രസംഗിക്കാനും, പിന്നെ രോഗികളെ സൗഖ്യമാക്കാനും. കർത്താവ് എന്നോട് സംസാരിച്ചു, നിന്റെ പ്രസംഗത്തെക്കാട്ടിലും നിന്റെ പണത്തെക്കാട്ടിലും എനിക്ക് വേണ്ടത് ഐ നീഡ് യു. എനിക്ക് നിന്നെയാണ് അവൻ്റെ കൂടെ. അതുകൊണ്ടാണ് പറയുന്നത്, നിന്നെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി. ആമേൻ. ഹഗ്ഗായിയുടെ പുസ്തകം 2:14 എഴുതിയിട്ടുണ്ട്, ഞാൻ നിന്നെ വശീകരിച്ചു കൊണ്ടുപോയി. ഹല്ലേലൂയ. നിന്നുമായിട്ട് എന്തുവാണ്? സമാധാനമായി സംസാരിക്കണം. ഹല്ലേലൂയ. ആ മുറിയിൽ ദൈവമായിരിക്കുമ്പോഴേ ദൈവം സംസാരിക്കും. അതുകൊണ്ട് എന്ത് പറ്റുമെന്നറിയാമോ? നിന്റെ നിരാശയായിരിക്കുന്ന താഴ്വര പ്രത്യാശയുടെ താഴ്വരയാക്കാൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വെളിപ്പാട് 3:20 എഴുതിയിരിക്കുന്നത്, യേശു വാതിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് ആ വാതിൽ തുറന്നാൽ ആമേൻ, ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അത്താഴം വെച്ച് മെയിൻ സപ്പർ എന്ന് പറയുന്നത് ഇന്റിമസി ആയിട്ടുള്ള ടൈം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആമേൻ, ഹല്ലേലൂയ, സഭയോ പാരമ്പര്യമോ ഇതൊന്നും രക്ഷപ്പെടത്തില്ല. റിലേഷൻഷിപ്പ്, ദൈവമായൊരു ബന്ധമുണ്ടോ എന്നുള്ളതാണ്. പ്രസംഗിക്കാൻ ആർക്കും കഴിയും. ഇന്ന് ഇന്റർനെറ്റ് ഉണ്ട്, പ്രസംഗം ഇഷ്ടം പോലെ പോയിന്റ് കിട്ടും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു തന്നെ മത്തായി 7:00 എന്നോട് സംസാരിക്കാൻ തുടങ്ങി, സാറാ ആമേ, മേരിക്കൂറാവുമ്പോ നീ ഒരു പ്രസംഗിക്കുന്നവളായി തീരാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഇരുട്ടിലിരിക്കുന്നവർ പ്രകാശം കാണണം. നിന്റെ ജീവിതം മുഖാന്തരം പ്രസംഗത്തെക്കാട്ടിലും യേശുവിനെ കുറിച്ചുള്ള സ്നേഹം എൻ്റെ ജീവിതത്തിൽ കാണണം, എൻ്റെ കുഞ്ഞുങ്ങൾ കാണണം. അതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചെന്നറിയാവോ? എൻ്റെ അമ്മ കരയുന്ന ഞാൻ കണ്ടത്, ഞാൻ അമേരിക്കയ്ക്ക് വരാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അമ്മ എല്ലായിടത്തും പ്രസംഗിക്കുമായിരുന്നു. എന്തുവാ, എൻ്റെ കുഞ്ഞുങ്ങളെ പോലും അമേരിക്ക വിടരുത്, കാരണം അമേരിക്കയുടെ പണമാണ് ഇന്ന് സുവിശേഷത്തെ മുഴുവൻ നശിപ്പിച്ചിട്ടുള്ളത്. കാരണം വിശ്വാസമില്ല. കാരണം അമേരിക്കയിൽ പോയി എന്നെ ആത്മാക്കളെ നടാനാണോ അമേരിക്കയ്ക്ക് വരുന്നത്? അല്ല, എന്തുവാ, പണം. അതുകൊണ്ട് എന്തുവാണ്, വിശ്വാസം പോയി. സുവിശേഷവും പ്രസംഗവും കാര്യങ്ങളൊക്കെ പിന്നെ ഇവരെ ആശ്രയിച്ച് അവിടുന്ന് പണം കിട്ടിയില്ല, അവിടെ പോയി പ്രസംഗിച്ച് പണം ഉണ്ടാക്കുക. പ്രസംഗിക്കുന്ന വരുന്ന എന്തുവാണ്, ഡോളർ കിട്ടാൻ. അതുകൊണ്ട് അമ്മ എപ്പോഴും ഇത് തുറന്ന് പ്രസംഗിക്കുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ തലമുറ പോലും പോകില്ലെന്ന് പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ എല്ലാവരും ചോദിക്കുമായിരുന്നു, പെന്തിക്കോസിൽ എവിടാ നല്ല കുടുംബത്തിലുള്ളവർ കിട്ടുമോ, പഠിത്തമുള്ളവർ കിട്ടുമോ? എന്നോട് പറയുമായിരുന്നു, നിനക്ക് വല്ലതും സിസ്തോ പ്രീഡിഗിരിയോ ഒക്കെ ഉള്ള വല്ലവരും കിട്ടുമായിരിക്കും, നല്ല കുടുംബത്തിൽ പറഞ്ഞതോ പഠിത്തമുള്ളതൊന്നും പെന്തിക്കോസിൽ എവിടാ ഇരിക്കുന്നത്. ഇതൊക്കെ കുടുംബത്തിലും ഉള്ളവരും ഒക്കെ പറയുമായിരുന്നു. പക്ഷേ എൻ്റെ മാതാപിതാക്കൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്നേ ഈ വക ജാതികൾ അന്വേഷിക്കുന്നു. മത്തായി 6 മുൻപേ തൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, അതോടുകൂടി സകലവും ലഭിക്കും. ദൈവരാജ്യം സമീപിച്ചിരിക്കുക. ദൈവരാജ്യത്തെക്കുറിച്ച് ഓർത്തോണേ, രക്ഷ പ്രാപിക്കുന്നതിനെ കുറിച്ച് യേശു 2 പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ. ദൈവരാജ്യത്തെക്കുറിച്ച് 126 27 പ്രാവശ്യം രാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
ദൈവരാജ്യം ദൈവരാജ്യം ഉള്ളിനകത്ത്. അതിനാ ഇപ്പോൾ ഞങ്ങൾ ഇത് പ്രസംഗിക്കുന്നത്. ഞങ്ങളിപ്പോൾ സാക്ഷ്യം പറയുന്നത് എന്തെന്നാണെന്ന് അറിയാവോ? ആ രാജാതിരാജാവ് ഉള്ളിൽ വാഴുന്ന ദൈവരാജ്യമായി നമ്മുടെ ഉള്ളിൽ ആകുകയും ആ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ അധ്വാനിക്കുന്ന എങ്ങനെയാണെന്നറിയാവോ? അന്ധകാര ശക്തികൾ, നിങ്ങൾ പറഞ്ഞല്ലോ, ഇങ്ങനെ കന്യമറിയാമെന്ന് പറഞ്ഞു നടക്കുന്ന പിശാചുക്കള്, ഇങ്ങനെ പുണ്യവാളന്മാർ പറഞ്ഞു നടക്കുന്ന പിശാച്, അന്ധകാരത്തിന്റെ ശക്തികളുള്ള ആമേൻ കിങ്ഡം ഓഫ് ദ ഡാർക്ക്നെസ് ഉണ്ട്. അവിടെ നിന്ന് ആമേൻ ജീവിതങ്ങളെ വിടുവിച്ച് ദൈവരാജ്യത്തിലേക്ക് ആക്കുക എന്നുള്ളത് നമ്മുടെ ആയിട്ടുള്ള വിളിയാണ്, ദ കോളിംഗ്. സോ അതുകൊണ്ട് എന്താണെന്നറിയാവോ? ഈ ദിവസങ്ങളിൽ കർത്താവ് ഇത് പറയുന്നത്, ഒരാളെങ്കിലും ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുന്ന ആൾക്കാർ ദൈവരാജ്യത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആമേ. ഇത് പറയട്ടെ, എന്നോട് കർത്താവ് പറഞ്ഞു, അതിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അതിനായിട്ടുണ്ടല്ലോ പ്രത്യേകമായി ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു എന്താണെന്നറിയാവോ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ പഠിപ്പിക്കും, വചനത്തിൽ കൂടെ പഠിപ്പിക്കും. അതുകൊണ്ട് എന്ത് കൊടുത്തു? എൻ്റെ കുഞ്ഞുങ്ങളെ. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു അമേരിക്കയ്ക്ക് പോയപ്പോൾ എൻ്റെ തലമുറയെല്ലാം നശിച്ചു പോകുമെന്ന്. അമ്മ എന്നോട് പറഞ്ഞു, ഞാനെടുത്ത സുവിശേഷം നീ മാത്രമല്ല, നിന്റെ കാലം കഴിയുമ്പോൾ. വെരി ഇൻറ്റൻഷണലായിരുന്നു. ഇന്ന് പലരും ദൈവമക്കളുണ്ട്, പ്രസംഗിക്കുന്നവരാണ്, വലിയ മിനിസ്ട്രി ഉണ്ട്, പക്ഷെ അവരുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ദൈവത്തെ അറിയാത്തവരായി പോകുന്ന ഒരു വലിയൊരു സമൂഹം നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തെ നേടുന്നതിനെക്കാട്ടിലും ആദ്യമായി നമ്മുടെ ഭവനത്തിലുള്ളത്. അതിനെന്താണ് ആവശ്യം എന്നറിയാവോ? ഭവനത്തിൽ പ്രാർത്ഥന, യാഗപീഠം ഉണ്ടായിരിക്കണം. ഇന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് പകരം ടിവിയും സീരിയലും ഒക്കെയാണ്. ആമേൻ. ഹല്ലേലൂയ. പലതും ചർച്ചില് മീറ്റിംഗ് വെച്ചാലും പോകത്തില്ല. കാരണം അവർക്ക് ഇഷ്ടമുള്ള ഇത് നടക്കുന്നതുകൊണ്ട് അവര് പറയും, ഇന്ന് നല്ല സുഖമില്ല. എന്തിനാ? ടിവിയുടെ മുന്നിലിരിക്കാനാ. ഇന്ന് ടിവിയാണ്. അതുകൊണ്ട് എന്താണെന്നറിയാവോ? ഉണ്ടാക്കിയിടുന്ന പണങ്ങള് അനുഭവിക്കാൻ ഇന്നൊരു തലമുറയില്ല. വലിയ പണവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് എൻ്റെ മാതാവ് പ്രത്യേകം എന്നോട് പറഞ്ഞു, മരിക്കുന്നതിൻ്റെ ഡിസംബർ 2-നാണ് എൻ്റെ മാതാവ് മരിച്ചത്. എന്നാലോ 1-ാം തീയതി ആയപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ 8-ാം തീയതിയോ 8-ാം തീയതി ആയിരുന്നു, ഞാനന്ന് ടിക്കറ്റ് എടുത്ത് എൻ്റെ മാതാവിനെ കാണാനായിട്ട് വരാനിരിക്കുകയായിരുന്നു. എന്നോട് പറഞ്ഞു, നീ വരുമ്പോഴത്തേക്കും ഞാൻ കാണുകയില്ല. പക്ഷെ എൻ്റെ വേദപുസ്തകവും ഞാനെടുത്ത പുസ്തകവും ഞാൻ എഴുതി വച്ചിരിക്കുന്ന എല്ലാ നോട്ടുകളും കർത്താവ് എന്നോട് സംസാരിച്ചതെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു ബാഗിനകത്ത് വെച്ച് ഞാനിവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് നിനക്ക് തന്നിട്ട് പോകാനൊക്കുന്നത് എൻ്റെ ആ ബൈബിളും ഞാൻ പഠിച്ച ആ നോട്ടുമാണ്. ഈ കർത്താവിനെ കുറിച്ച് നീ പറയണം. വെരി ഇൻറ്റൻഷണലായിരുന്നു. എൻ്റെ അമ്മ വേറെ ഒന്നും ചോദിച്ചില്ല. ഷെയർ വെരി ഡിസയർ ദാറ്റ് ഞാനും ഈ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം. അതാണ് അവസാനമായി പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അമ്മ എന്താ അങ്ങനെ പറയുന്നത്? ഞാൻ വരും അമ്മ, ഞാൻ വന്നിട്ടേ പോകത്തുള്ളൂ. ഞാനിവിടെ തിരിക്കുന്നതിന് മുന്നേ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പിറ്റേ ദിവസം പെട്ടെന്നൊരു ഹാർട്ടിൻ്റെ ഇത് വന്ന് ഉടൻ തന്നെ കഷ്ടപ്പെടാതെ തന്നെ കർത്താവ് സന്നിധിയിലേക്ക് എടുപ്പെട്ടു. പക്ഷേ നേഴ്സിൻ്റെ കയ്യിൽ ഇതെല്ലാം ഏൽപ്പിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് എനിക്കറിയാമായിരുന്നു എൻ്റെ ജീവിതം കഴിയുമ്പോൾ എൻ്റെ അമ്മ അതെന്നെ പഠിപ്പിച്ചു, എന്നെ കൂടെ ഇരുത്തി പ്രാർത്ഥിപ്പിച്ചു. അതേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. കാരണം അമ്മ മിടുക്കിയായിരുന്നു. ദൈവരാജ്യത്തിൽ ഏതാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് എൻ്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് കർത്താവ് എനിക്ക് ആവശ്യമായതെല്ലാം ദൈവം എനിക്ക് തന്നു. 2010 പരിശുദ്ധാത്മാവ് ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി എന്നെ വിളിച്ചു. ഈ അമേരിക്കയിൽ
ഞങ്ങൾക്കൊരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് പ്രാക്ടീസിൽ അമേരിക്കയിലെ എൻ്റെ ഹസ്ബൻഡ് കർത്താവ് ഒരു കാർഡിയോളജിസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, കല്യാണത്തിന് തന്നെ അതിശയമായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പഠിച്ച് ഡോക്ടറിനെ മാത്രം കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വിവാഹത്തിന് വേണ്ടി നാട്ടിൽ വരുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പിതാവ് പാസ്റ്റർ പി.ഡി. ജോൺസനെ സ്റ്റോപ്പ് ചെയ്ത് ചോദിച്ച് ഏത് ദിവസമാ കല്യാണം നടത്താനായിട്ട് വരാൻ ഒക്കുന്നത് എന്നറിയാൻ വേണ്ടി തിരുവനന്തപുരത്തെ എയർപോർട്ടിൽ പോകുന്നതിന് മുന്നേ അവിടെ ഇറങ്ങി പിന്നെ പ്ലാമൂട്ടിൻ്റെ അടുത്തുള്ള അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ അവിടെ ആയിരുന്നു പാസ്റ്റർ പി.ഡി. ജോൺസൺ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഇറങ്ങി ഒരു ഡേറ്റ് നോക്കാനായിട്ട് അവിടെ ചെന്നതാ എൻ്റെ പാവുച്ചാൻ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പിതാവ്. ചെന്നപ്പം ഡേറ്റ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, പറ ദൈവം വെച്ചിരിക്കുന്ന ബാവുക്കുട്ടിക്ക് വേണ്ടി, അച്ചൻകുഞ്ഞിന് വേണ്ടി വെച്ചിരിക്കുന്ന ഭാര്യ മേരി കോറിൻ്റെയും കുതിരെ ബാവച്ചൻ്റെയും മോളാണ് എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. എൻ്റെ പിതാവും മാതാവും സുവിശേഷ വേലയ്ക്ക് പോയപ്പോൾ നിന്റെ കുഞ്ഞിനെ എങ്ങനെ കല്യാണം കഴിക്കും? അവരത് എനിക്ക് ഭർത്താവിനെ അന്വേഷിച്ച് നടന്നില്ല. കൃത്യസമയമായപ്പോൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതി. സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്നെ അനുവദിക്കുന്നതും എവിടെ പോകുവാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും എൻ്റെ വിളിയെ തിരിഞ്ഞറിഞ്ഞ് എൻ്റെ കൂടെ ഈ വർഷക്കാലം പുള്ളിയും തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, നമുക്ക് കണ്ണ് കാണാൻ വയ്യാത്തപ്പോഴും ചെവി കേൾക്കാൻ വയ്യാതെ കാല് നടക്കാൻ വയ്യാത്തപ്പോഴാണോ സുവിശേഷ വേലയ്ക്ക് പോകുന്നത്? റിട്ടയർമെന്റ് ആകാൻ കാത്തിരിക്കുക. അന്നേരം കർത്താവിന് വേണ്ടായിരിക്കും, അന്നേരം വയ്യാതായിരിക്കും, ഇല്ലേ? ആമേൻ. ഇപ്പോൾ ദിസ് ഇസ് എ ടൈം. കൊയ്ത്ത് വളരെയുള്ള സമയമാണ്. ഇതൊരു വെരി പെർട്ടിക്കുലർ ടൈമാണ്. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു, ഇവിടെ അമേരിക്കയിൽ കൂടുതൽ ജോലി ചെയ്താൽ ഞങ്ങൾക്ക് റിട്ടയർമെന്റ് കൂടുതൽ കിട്ടും, സോഷ്യൽ സെക്യൂരിറ്റി കൂടുതൽ കിട്ടും, കൂടുതൽ പണം ഉണ്ടാക്കാം. പക്ഷേ അതൊന്നും കൊണ്ട് എൻ്റെ കാറിൻ്റെ ഏത് കാറാണെന്നോ എത്ര വീടാണെന്നോ സ്ക്വയർ ഫീറ്റിലുള്ളതാണെന്നോ ഒന്നും അവിടെ ചെല്ലുമ്പോൾ ചോദിക്കത്തില്ല. എനിക്ക് കാഴ്ചവെക്കാൻ എൻ്റെ മാതാവ് എന്നും പാടുന്ന വേറും കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകേ മുൻപിൽ നിൽപ്പാ ഒരു ദേഹി പോലുമില്ലെങ്ങനെ വണങ്ങും ഞാൻ. ഹല്ലേലൂയ. എൻ്റെ മാതാവ് കൂടെ പാടിയ പാട്ടാണ്. ഒരു ദേഹി പോലും ദൈവസന്നിധാനത്തിൽ കൊണ്ടുപോകാതെ ഞാൻ എങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കും? അതെൻ്റെ ഉള്ളിനകത്ത് എപ്പോഴും കേൾക്കുമായിരുന്നു. അമ്മ പാടുമായിരുന്നു, കൂടെ പാടി നടക്കുമായിരുന്നു. ആമേൻ. എന്തിനാ പോകുന്നെന്ന് ഞാൻ ചോദിക്കും. അമ്മ ഇങ്ങനെ കിടന്ന് പോകുമ്പോൾ പെട്ടെന്ന് ഈ പാട്ട് പാടും. അന്നേരം പിന്നെ എനിക്കൊന്നും പറയാൻ കാണത്തില്ല. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാവോ? ഹല്ലേലൂയ. ഞങ്ങളും ഈ സുവിശേഷ വേല ഇവിടെ ഒരു ചർച്ചിൻ്റെ കർത്താവ് ഒരു പൈനിയർ സഭ ആരംഭിക്കാനിടയായി. മലയാളികളല്ല, കുറേ റഷ്യൻ ആൾക്കാരുണ്ട്, സ്പാനിഷുകാരുണ്ട്, അമേരിക്കൻസ് ഉണ്ട്. അങ്ങനെ ഇടയിൽ കൃപയാൽ ഈ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് വിശ്വസ്തരെന്ന് എണ്ണി ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടുവാനും ഞാൻ ശ്രദ്ധ വച്ചിരുന്നു. എൻ്റെ മാതാവ് പോലെ തന്നെ ചെറുപ്രായത്തിൽ ഹോം സ്കൂളിങ്, ഇവിടെ പബ്ലിക് സ്കൂളിലൊക്കെ അമേരിക്കയിൽ പഠിപ്പിച്ച എൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടത്തില്ല എന്നെനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഹോം സ്കൂളിങ്ങിന് എൻ്റെ കുഞ്ഞുങ്ങൾ 9ാം ക്ലാസ് വരെ എനിക്ക് അവരുടെ പഠിത്തത്തിൽ പങ്കാണ്ടായിരുന്നു. അവരുടെ കൂടെ ഇരുന്ന് പഠിക്കുക മാത്രമല്ല, ഞാൻ 12 പുസ്തകം കാണാ പഠിപ്പിച്ചു, മെമ്മറൈസ് ചെയ്തു. 12 വയസ്സായപ്പോൾ തന്നെ 896 വാക്യങ്ങൾ എഴുതി പഠിപ്പിച്ചു. അവർക്ക് കാണാതറിയാമായിരുന്നു. 12 വയസ്സ് കഴിഞ്ഞപ്പോൾ അവരെ പുസ്തകങ്ങൾ ഓരോ എപ്പിസോഡ്സ് കാണാൻ പഠിപ്പിച്ചു.
18 വയസ്സായപ്പോൾ അവർക്ക് 12, ഇളയ മോന് 14 പുസ്തകം വരെ അവൻ ചലഞ്ച് ചെയ്തു. കഴിഞ്ഞ ദിവസം കല്യാണം കഴിഞ്ഞവൻ അവൻ പറഞ്ഞു, മമ്മി ആ പുസ്തകങ്ങൾ ടെക്സ്റ്റ് എനിക്കൊന്ന് കൊണ്ടുതരാമോ, ഞാൻ ഒന്നുകൂടെ ഒന്ന് മെമ്മറൈസ് ചെയ്ത് റിവ്യൂ ചെയ്യാനായിട്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ 16 മണിക്കൂറായിരുന്നു ഒരാഴ്ച. അവർ പറയാൻ ഒരു സോഷ്യൽ ലൈഫും ഇല്ല ഞങ്ങൾക്ക് മമ്മി. എല്ലാവരും എന്നോട് ചോദിച്ചു, ഇങ്ങനെ എന്തിനാ പഠിപ്പിക്കുന്നത്? കാരണം കർത്താവ് എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ മാത്രമല്ല ആവശ്യം, നിന്റെ തലമുറയും ആവശ്യം. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. ദൈവകൃപയാൽ എൻ്റെ 3 കുഞ്ഞുങ്ങളും പ്രവചിക്കും. ഈ കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയും. എന്നാലോ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരാളെങ്കിലും ഫുൾ ടൈം മിനിസ്ട്രിക്ക്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി. കർത്താവെ, എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ ആയിരുന്നോണ്ട് 3 പേരെയും ഡോക്ടറാക്കാനായിരുന്നു ഞങ്ങൾക്ക് താല്പര്യം. അതുകൂടെ ചേർന്ന് സുവിശേഷ വേല ചെയ്യാം എന്നിരിക്കുമ്പോഴാണ് ഞാൻ അത്രേ പാട്ട് ഇനിയുള്ള കാലത്ത് ഫുൾ ടൈം ഒക്കെ മിനിസ്ട്രി ചെയ്താൽ സുവിശേഷ വേല എങ്ങനെ, അതുകൊണ്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം ആരെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ കാണാൻ, ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും എല്ലാം സമാപിച്ചിട്ട് എന്തുവാണ് ഈ ദൈവത്തിന്റെ അവിടെ എഴുതിയേക്കുന്ന എഫേസ്യർ 6:13 ഇതെല്ലാം കഴിഞ്ഞിട്ടും അവസാനിച്ചിട്ടും എന്തുവാണ് ഈ സർവായുധ വർഗം എടുത്തുകൊണ്ട് നിൽക്കണം എന്ന് പറയുമ്പോൾ നോട്ട് ഓൺലി ഡിഫെൻസീവ് ഒഫെൻസീവ് പിശാചിന്റെ ഹല്ലേലൂയ. നമുക്കറിയാം ദാവീദിന്റെ കാര്യം 1 ശമൂവേൽ 17 ഇതെന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഹല്ലേലൂയ. അവൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് പറ്റിയെന്നറിയാവോ? അവന്റെ ആടുകളെ സിംഹവും കരടിയൊക്കെ കൊണ്ടുവന്നു വായിൽ നിന്നെടുത്തു. പക്ഷേ വായിൽ നിന്നെടുത്തു കിടന്നപ്പം എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഓർക്കണേ, ആ സിംഹം അവന്റെ പുറകെ വന്നു. അതെന്നോട് പറഞ്ഞു. വചനം അറിയണം അവന്റെ പുറകെ പോണെങ്കിൽ. കാരണം പിശാചു വിറയ്ക്കുന്നത് ദൈവത്തിന്റെ വചനത്തിന് മുൻപിലേ ഉള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞ ഇറ്റ് ഈസ് റിട്ടൺ. അത് വചനം എഴുതിയിരിക്കുന്നു, ഇപ്രകാരം വചനം പറയുന്നു, അസ്ഥിയോട് വചനം സംസാരിക്കുക. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി, എൻ്റെ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കണം. ഞാനും പഠിക്കുവാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. ദൈവകൃപയാൽ. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാവോ? പിശാചിന് അത് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ ഓർത്തോണം, പക്ഷെ ദൈവം അനുവദിക്കാതെ ഒന്നും വരത്തില്ല പിശാചിനൊന്നും. പക്ഷെ ദൈവം അനുവദിച്ചിട്ടുണ്ടോ? ദൈവം നമുക്ക് പഠിപ്പിക്കാൻ കഴിയാത്തത് ദൈവം അതിൽ കൂടെ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. എനിക്ക് പഠിപ്പിക്കാൻ വചനമൊക്കെ കഴിഞ്ഞുള്ളൂ. പക്ഷേ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി കാണാൻ ദുർദിവസം ഞങ്ങളുടെ ഭവനത്തിലും വന്നു. ഞാനൊരു ദിവസം മീറ്റിങ്ങിന് പോയപ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ ഒരാൾ മരിച്ചുപോയി. അവർക്ക് ഫുഡുമായിട്ട് ഒരു മലയിലാണ്. അവിടെ ഞാൻ പോയ ഫോണും ഒന്നുമില്ല. ആ സമയത്ത് ഞങ്ങളിവിടെ ഉപവാസവും പ്രാർത്ഥനയും നടക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് 40 ദിവസം 21 ദിവസമൊക്കെ ഉപവസിക്കാൻ കുഞ്ഞുങ്ങളുമായിട്ട് എൻ്റെ കൂടെ ഇരിക്കുമായിരുന്നു. ഞാൻ മാത്രമല്ല ഉപവസിക്കുന്ന, ഞങ്ങൾ കുടുംബമായി ഉപവസിക്കുന്ന പതിവുണ്ട്. ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഉപവാസത്തിന്റെ ജീവിതം. കാരണം ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാം ഇവിടെ ഡ്രഗ് അഡിക്ട്സും ആൽക്കഹോളും അങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ ഇടയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്. പൈശാചിക ശക്തികൾ ധാരാളം ദൈവജനത്തെയും ദൈവമക്കളെയും ധാരാളമുണ്ട്. അത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ചുമ്മാതെ എന്തെങ്കിലും പറയുന്ന ഒക്കത്തില്ല കേട്ടോ. പിശാചിനെ ജയിക്കണമെങ്കിൽ ദൈവവചനം നല്ലതായിട്ട് അറിയണം. പരിശുദ്ധാത്മാവും വചനം കൂടെ ചേർന്നാണ് ഉപയോഗിച്ചാണ് വിടുതൽ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ഉപവാസത്തെടുക്കാന്ന്. ആ സമയത്താണ് ഞാൻ പോയിരിക്കുക. പെട്ടെന്ന് എൻ്റെ മോന് ഇവിടെ ഉപവാസത്തിൽ ഇരിക്കുന്ന ഒരു സഹോദരി ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട് എൻ്റെ കൂടെ. 40 ദിവസത്തെ ഉപവാസത്തിൽ ഇരിക്കുക.
അവൾ ചോദിച്ചു, ഇവിടെയൊക്കെ പോകാനായിട്ട് ചർച്ചിലൊക്കെ പോകാനൊന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കാമോ? ഉപവാസത്തിന് സമയത്ത് വന്നതാണ്. പക്ഷെ അവക്ക് തോന്നി ഇവിടെയൊക്കെ അമേരിക്കയിലൊക്കെ നിൽക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞു. അന്നേരം ഓർത്തോണേ, അവിടെ പിശാച് വാതിൽ നമ്മൾ തുറന്നു കൊടുക്കുന്ന, പ്രാർത്ഥിക്കാൻ വന്നവർ പ്രാർത്ഥിക്കാൻ ഇരുന്നോണം. അവിടുന്ന് ആഫ്രിക്കയിൽ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ വന്നതാ. അവക്ക് പെട്ടെന്ന് തോന്നി ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചാൽ ഇവിടെയൊക്കെ അമേരിക്കയൊക്കെ ഇറങ്ങാമെന്ന്. അങ്ങനെ ഇരിക്കുന്ന പിശാച് മുതലെടുത്തു. എൻ്റെ മോൻ വന്നപ്പോൾ പറഞ്ഞു, പ്രായമുള്ളൊരു സഹോദരിയാണ്. അന്നേരം പറഞ്ഞു പഠിപ്പിക്കാമെന്ന് ചോദിച്ചത് കേട്ടിട്ട് എടുത്തോണ്ട് പോയി. പ്രായമുള്ളവർ പറഞ്ഞല്ലേ പ്രാർത്ഥിക്കാൻ വന്ന ആളെന്നോർത്ത് എൻ്റെ മോൻ എടുത്തു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ പുള്ളിക്കാരി ബ്രേക്കിന് പകരം ആക്സിലേറ്റർ കയറി പ്രസ് ചെയ്തു. വണ്ടി തെറിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ അടിയിൽ വീണ്. ഓഫ് ചെയ്യാൻ അവള് പേടിച്ചിട്ട് ഓഫ് ചെയ്യാൻ ചോദിച്ചില്ലേ, വണ്ടി ഡ്രാഗ് ചെയ്ത് വഴി കൂടെ പോയി. ഇവിടുത്തെ എല്ലുകൾ മുഴുവനും മുറിഞ്ഞു പോയി. ടീക്ലാവ് ചെയ്ത് ദശ മാത്രം വെളിയിൽ കണ്ട് അവൻ അടി കിടക്കുക. ഹല്ലേലൂയ. ആ സമയത്താണ് അവൻ ഇത് കേട്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ടെക്സ്റ്റ് ചെയ്തു. അവര് 911 വിളിച്ചു. അവര് വന്നപ്പം ഇവിടെ ഒന്നും പൾസില്ല, ഈ നീടെ താഴെ പൾസില്ല. അവരെ എയർ ലിഫ്റ്റ് ചെയ്തു. ഇത് സ്പെഷ്യൽ കേസ് അല്ല, കാരണം മുഴുവനും ഈ ബ്ലഡ് സെൽസ് എല്ലാം പൊട്ടിയിരിക്കുകയാണ്. അവനെ എയർ ലിഫ്റ്റ് ചെയ്ത് ഇവിടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് അവരെ കൊണ്ടുപോയി. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എഴുതി, മോൻ ആക്സിഡൻ്റ് ആയ ദുർദിവസം കേട്ടോ, ആർക്കാ വരുന്നെന്നറിയത്തില്ല. പക്ഷേ ദുർദിവസത്തിൽ നമുക്ക് എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ സർവായുധവർഗം, ദൈവജനമേ, നമ്മളെപ്പോഴും എടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കി. ഞാൻ മീറ്റിങ്ങിന് അവിടെ ആഹാരം കൊടുക്കാൻ പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ടെക്സ്റ്റ് ചെയ്തത്, മോൻ ആക്സിഡൻ്റ് ആയിട്ട് കൊണ്ടുപോയിരിക്കുക. അന്നേരം എനിക്ക് പെട്ടെന്ന് എയർ ലിഫ്റ്റ് ചെയ്തിരിക്കുക. അമ്മ എന്ന രീതിയിൽ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു, അവൻ എങ്ങനെ ഇരിക്കുന്നു, അവന് കുഴപ്പമില്ലയോ? പക്ഷെ എനിക്ക് പേടിയായിരുന്നു. അതുവെല്ലാം പറഞ്ഞാൽ തിരിച്ചെന്തുവാ ഉത്തരം പറയുന്നത് പേടിച്ച് ഞാൻ ചോദിച്ചില്ല. പക്ഷേ ആ ആഴ്ച ഞാൻ പ്രസംഗിച്ച ഒരു കാര്യമുണ്ട്. നെഹമ്യാവ് 2:19-20. നെഹമ്യാവ് പണിയാൻ തുടങ്ങിയപ്പോൾ സൻബലത്തും തോബിയാവും അതിനെ അത് കേട്ടിട്ട് അവനെതിരെ കോപിഷ്ഠരായി വന്ന സമയത്ത് നെഹമ്യാവ് എടുത്ത വാക്യമാണ് അന്ന് ഞായറാഴ്ച ഞാൻ പ്രസംഗിച്ചത്. ദൈവത്തിൻ്റെ കാര്യം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. എന്നിട്ട് ചോദിക്കുന്നു, നിനക്കൊരു ഓഹരിയുമില്ല. ആമേൻ, ഹല്ലേലൂയ. You don't have no right. You have no portion. You have no memory in Jerusalem. നിനക്ക് യെരൂശലേമിൽ നിനക്കൊരു അവകാശവുമില്ല. പെട്ടെന്ന് എൻ്റെ വാക്യം എൻ്റെ ഉള്ളിനകത്ത് വന്നിട്ട്, പിശാചേ, നിനക്ക് എൻ്റെ തലമുറയുടെ മേൽ ഒരു ഓഹരിയുമില്ല, ഒരവകാശവുമില്ല. അവര് സുവിശേഷത്തിന് വേണ്ടി ഞാൻ വളർത്തിയതാണ്. ഈസ് ഗോയിങ് ടു ബി ഓൾ റൈറ്റ് എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്തു. പെട്ടെന്ന് ഒരാത്മശക്തി എന്നിൽ വന്നു. ഞാൻ അന്യഭാഷ പറഞ്ഞുകൊണ്ട് ആമേൻ വണ്ടി ഓടിക്കാൻ തുടങ്ങി. ആമേൻ. വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഹെലികോപ്റ്റർ പോയി, അതുകൊണ്ട് ഞാനും ആശുപത്രിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡും പോയി. നീ തുണി എടുത്തോണ്ട് വാ. ആദ്യം ഞാൻ ആത്മാവിൽ ആരാധിച്ചു കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് അവൻ്റെ ഗിറ്റാർ, അവൻ്റെ മുറിപ്പെന്ന് അവൻ ആരാധിക്കുന്ന ആ ഗിറ്റാർ ഞാൻ ആദ്യം കൊണ്ട് കാറെ വെച്ചു. ഹല്ലേലൂയ. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും 2 ഓപ്പറേഷൻ ഓൾറെഡി കഴിഞ്ഞു. അവർ വെളിയിൽ നിൽക്കുകയാണ് ഞങ്ങളുടെ കൺസെൻറ്റിന് വേണ്ടി. ഇനി ഓപ്പറേഷൻ ചെയ്താലും അത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. വി മേ ഹാവ് ടു ആംപിറ്റേറ്റ് അവൻ്റെ കാല്. ആമേൻ. മുറിച്ച് കളയേണ്ട വന്നേക്കും. കാരണം അതിവേദനയാണ്. ഇവിടെ ഒന്നും എല്ലുകളൊന്നുമില്ല, ഒരു മാംസവും എല്ലാം പോയി കിടക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കാലല്ല, ഈ ഫീറ്റിൻ്റെ അതിൻ്റെ പടങ്ങൾ ഞാൻ കാണിക്കാം. അത് ഇവിടെ മുറിച്ച് കളഞ്ഞാൽ അവന് വേദനയില്ലാതെ ആർട്ടിഫിഷ്യലും കൊണ്ട് ഒത്തിരി പേര് ഇപ്പം ജീവിക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞില്ല. ആമേൻ. വെയിറ്റ് എ മിനിറ്റ്. 1.5 വർഷക്കാലം എസെക്കിയേൽ 37 ഞാൻ വായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ.
ഇസക്കേലിനെ അസ്ഥികളുടെ നടുവിൽ കൂടെ നടക്കുമാറാക്കി. എനിക്ക് തോന്നി കർത്താവ് എന്നെ അതിൽ കൂടെ ദുഃഖങ്ങളും എല്ലാം പറയുന്ന വേദനകളും, ആമേൻ, കുഞ്ഞിന്റെ കാലിങ്ങനെ, ആമേൻ, അസ്ഥിയെല്ലാം പോയി മാംസം ഇങ്ങനെ തുറന്ന് ഇങ്ങനെ ഇരിക്കുന്ന കാലിൻ്റെ അവിടെ ദിവസവും ക്ലീൻ ചെയ്യണം. വൂണ്ടുണ്ട്, വൂണ്ട് പാക്ക് ഉണ്ട്, മെഷീനുകളുണ്ട്, ഇൻഫെക്റ്റ് ചെയ്തിരിക്കാൻ, കാരണം ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണ്. 1.5 വർഷക്കാലം ആ വൂണ്ടുമായിട്ട് ക്ലീൻ ചെയ്യേണ്ടതുണ്ടായിരുന്നു. പ്രസംഗിക്കാൻ എളുപ്പമാണ്. ആമേൻ, ഹല്ലേലൂയ. ആ സമയത്താണ് കർത്താവ് എല്ലാ ദിവസവും പറയും, പ്രവചിക്കുക, പ്രവചിക്കുക. ഹല്ലേലൂയ. എല്ലാ ദിവസവും ഞങ്ങൾ ആ ഗിറ്റാർ എടുത്ത് ആരാധിക്കുമായിരുന്നു. ആമേൻ. അത് മാത്രമേ അറിയത്തുള്ളായിരുന്നു. കാരണം അത് അറിഞ്ഞാൽ മതി കേട്ടോ. ആമേൻ. വേറൊന്നും അറിയണ്ട. അവനെ സ്തുതിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി എൻ്റെ അമ്മ വിശ്വസിച്ച് ഞാൻ നടന്നെങ്കിൽ, എൻ്റെ പൈതലിൻ്റെ കാല്, ആമേൻ, നടക്കാത്ത മുടന്തിയായ എന്നെ നടത്തിയെങ്കിൽ, അസ്ഥികളൊടിഞ്ഞ് മാംസം പോയിരിക്കുന്ന അതിന്മേൽ മാംസം തൊക്കുമിട്ട് നടക്കുമാറാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വസിച്ചു, കുടുംബമായി വിശ്വസിച്ചു. ഹല്ലേലൂയ. ആരാധിക്കാൻ 1.5 വർഷം കഴിഞ്ഞപ്പോൾ, ആമേൻ, പെട്ടെന്ന് 6 സർജറി കഴിഞ്ഞപ്പോൾ അവർ കണ്ടുപിടിച്ചു. അവരെ വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ ആയിരിക്കുന്നതുകൊണ്ട് ഫ്രണ്ട് പറഞ്ഞു, കയലും ഷാർക്കിൻ്റെ ഒരു മെഡിസിൻ വെച്ചാൽ പൊള്ളിയവർ ദേഹം പൊള്ളിയിട്ടുള്ളവർക്ക് ദശ കിളിക്കാനായിട്ട് ഇപ്പോൾ സയൻസ് റിസർച്ച് നടക്കുന്നതേ ഉള്ളൂ. അത് വെച്ച് കഴിയുമ്പോൾ പൊള്ളിയവരുടെ തൊലി ഇങ്ങനെ മാംസം വരാനായിട്ടുള്ള ഒരു മരുന്ന് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം ഈ മോൻ്റെ ഇത് ദശയും കാര്യങ്ങളും ഒക്കെ തിരിച്ചു വരാനായിട്ട്. ഞങ്ങൾ അതിൽ അനുവദിച്ചെങ്കിൽ ഞങ്ങൾക്കറിയാമായിരുന്നു ആ മരുന്നല്ല, പക്ഷെ അതിൽ കൂടെ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. മെഡിസിൻ വെച്ചാലും പലർക്കും വെച്ചിട്ട് ഉപയോഗമില്ല, അറിയത്തില്ല, അത് നടക്കുമോ എന്ന് ഡോക്ടർമാർക്ക് അറിയാത്തപ്പോഴും, ഹല്ലേലൂയ, അതിൽ കൂടെ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വിശ്വസിച്ചുകൊണ്ട്, അത് ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് ഒരു ടെസ്റ്റ് മണിയെ ഉളവാക്കി. എൻ്റെ മകനും വിശ്വസിക്കാൻ തുടങ്ങി, ഞങ്ങൾ കുടുംബമായി ഞങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങി. ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപവാസവും പ്രാർത്ഥനയും തീരുകയല്ല കേട്ടോ. ആമേൻ. വി ന്യൂ ദാറ്റ് വൺ ഡേ, ഹല്ലേലൂയ, കിട്ടുന്നവരെ രാപ്പകൽ നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ, അവരുടെ കാര്യത്തിൽ ആ വാക്യം എന്നെ എപ്പോഴും ഓർപ്പിക്കുമായിരുന്നു. ദീർഘക്ഷമയുള്ളവനാണെങ്കിലും പ്രതിക്രിയ ചെയ്ത് രക്ഷിക്കയില്ലയോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുക. ദൈവം ചെയ്യും, പക്ഷേ അതിന് തക്കോണം അത് കാണുന്നവരെ വിശ്വസിക്കാൻ, അത് കാണുന്നവരെ പ്രാർത്ഥിക്കാൻ, അതിനാണ് ഹല്ലേലൂയ കഴിയുമോ. ആമേൻ. നമുക്കൊക്കെ 2 പ്രാർത്ഥിക്കും, ഉപസിക്കും, കുറച്ച് കഴിഞ്ഞ് ഉത്തരം കഴിയുമ്പോൾ പിന്നെ ദൈവത്തിന്റെ ഹിതം ഇങ്ങനെയാണെന്ന് വിശ്വസിക്കില്ലേ. ദൈവത്തിന്റെ ഹിതം എൻ്റെ മോൻ ഇങ്ങനെ ഞൊണ്ടി നടക്കാനാ? ഇല്ലല്ല. ദൈവത്തിന് ഹല്ലേലൂയ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും എഫേസ്യർ 1:3 എഴുതിയിരിക്കുന്ന പോലെ എല്ലാ അനുഗ്രഹങ്ങളാലും തന്നിരിക്കുന്ന കർത്താവ് ദൈവം ആഗ്രഹിക്കും. നമ്മൾ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നവനല്ല അല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് വേണ്ടി എത്ര അധികം എന്ന് ഞാൻ ആ വാക്യം എന്നോട് പറഞ്ഞു. എങ്കിൽ എൻ്റെ പിതാവ് ആഗ്രഹിക്കുന്നില്ല എൻ്റെ മകന് ഹല്ലേലൂയ ഇങ്ങനെ നടക്കാൻ കഴിയാതെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ലെഗ്സ്, അങ്ങനെ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോ, പക്ഷെ ഞാൻ തീരുമാനിച്ചു, ഇത് ചോയ്സാ കേട്ടോ. കുഴപ്പമില്ല, പാപമല്ല. ആംബിറ്റേറ്റ് ചെയ്ത് ആർട്ടിഫിഷ്യൽ ലെഗും കൊണ്ട് നടന്നതും ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ കർത്താവിൻ്റെ ശക്തി ഇന്ന് വിശ്വസിച്ച് നിങ്ങളോട് പറയണമെങ്കിൽ, ഈവന്തോ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന വിഷയത്തിൽ ദൈവത്തിൻ്റെ ശക്തി കാണണമെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. അതൊരു വിശ്വാസം, ചോയ്സാണ് കേട്ടോ. അത് മറ്റേ പാപമൊന്നുമല്ല. പക്ഷേ ഞങ്ങൾ വിശ്വസിച്ചു കുടുംബമായി. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാം, നിങ്ങൾക്ക് കാണാം. ഹല്ലേലൂയ. ആ ഷാർക്ക് ഇത്
ഇത് കെയിൽ കെയിലും എന്ന് പറയുന്ന ഒരു നമ്മുടെ സ്പീനച്ച് പോലെ ഇരിക്കുന്ന നാട്ടില് അതിൻ്റെ ഇതും ഷാർക്കിന്റെ ഇതെല്ലാം കൂടെ ഉണ്ടാക്കിയ ഒരു മെഡിസിനാണ്. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോയി 1.5 വർഷക്കാലം. അത് കഴിയുമ്പോൾ ഉണ്ടല്ലോ 3 പിന്ന് 4 പിന്ന് ഇങ്ങനെ ആ ദശയെല്ലാം കൂടെ അവർ വെച്ച് മരുന്ന് വെച്ച് 2 വിരലിങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു. അതും വെച്ച് 4 പിന്ന് വെച്ച് അവനെ വിട്ടു. 1.5 വർഷക്കാലം സ്പെഷ്യൽ ഷൂ വെയിറ്റ് ഇടാനൊക്കത്തില്ല. ഞങ്ങൾ പിന്നെയും കണ്ടിന്യൂ ചെയ്ത് വിശ്വസിച്ചു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തോന്നറിയത്തില്ല, ദശ വരാൻ തുടങ്ങി. ആ അസ്ഥികൾ രണ്ടാമത് കളിക്കാൻ തുടങ്ങി. 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിവേ ഇറ്റ്സ് ലക്ക്, യു ആർ ലക്കി. അവര് പറയുന്നതോ യു ആർ ലക്കി, ഇറ്റ് ഈസ് മെഡിസിന് ഫലിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കറിയാമായിരുന്നു അതല്ല. എന്നാലും ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് വിശ്വസിക്കാൻ എന്ത് പറ്റിയെന്നറിയാവോ? ഈ 3 പിന്നും എടുത്തു കളഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഒക്കത്തില്ല, 1 പിന്നൂടെ വെച്ചിട്ടുണ്ട്, അതാണിത് പിടിച്ചു നിർത്തിയേക്കുന്നത്. അന്നേരം എൻ്റെ മകൻ, വിശ്വാസം ഓൾറെഡി കണ്ടേജിയസ് കേട്ടോ, ഞാനല്ല പറഞ്ഞ, ഞാനും അങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ മകൻ, അതാണ് നിന്റെ വിശ്വാസം, അത് കണ്ടേജിയസ് ആണ്. എൻ്റെ മകൻ പറഞ്ഞു ഇല്ല മമ്മി നമ്മളോട് പറഞ്ഞിരിക്കുന്ന പരിപൂർണ സൗഖ്യം തരുമെന്നല്ലേ. ഞാൻ വിശ്വസിക്കുന്നു, ഈ കാലം കൊണ്ട് ഞാൻ നടക്കും, ഞാൻ ബാസ്കറ്റ് ബോൾ കളിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ചോയ്സ് ചെയ്യുന്നു. ഡോക്ടറെ ആ ആണിയും കൂടെ ഒന്ന് ഊരിക്കളയാമോ ചോദിച്ചു. ഡോക്ടർ പറഞ്ഞില്ല, അത് മേജർ സർജറിയാണ്, അതേലാണ് ഇതെല്ലാം നിൽക്കുന്നത്. പക്ഷേ ഡോക്ടറോട് പിന്നെയും പറഞ്ഞില്ല, എൻ്റെ ദൈവം പറഞ്ഞു ആ ആണി ഊരിക്കളഞ്ഞോ, സൗഖ്യമാക്കി കഴിഞ്ഞിരിക്കുന്നത്. ഡോക്ടർമാര് പറഞ്ഞു അത് നമുക്ക് നോക്കാം. അവര് വിശ്വസിച്ചില്ല. ഇവൻ ക്രേസി ആയിട്ട് പറയുന്ന ഒക്കത്തില്ല, ഞങ്ങൾക്ക് ഊരിക്കളയാൻ ഒക്കത്തില്ല, അതവിടെ വെച്ചേരെ, നമുക്ക് 1 വർഷം കഴിഞ്ഞ് നമുക്ക് ചിന്തിക്കാം. ഇത് ലൈഫ് ലോങ്ങിലേക്കാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. കാരണം നിനക്ക് ഇവിടെ വേറെ ഒന്നുമില്ല ഒരുപ്പിച്ച് വെച്ചിരിക്കുന്നത്. അത് എടുത്തു കളഞ്ഞാൽ വേറെ ബോൺസ് ഒന്നും മസിൽസ് ഒന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അതെല്ലാം കൂടെ നിൽക്കത്തില്ല എന്ന് പറഞ്ഞു. അന്ന് വെള്ളിയാഴ്ചയാണ്. ഞങ്ങൾ ബാബുച്ചാന് പറഞ്ഞു ഓക്കെ മോനെ, ഡോക്ടേഴ്സിനെ നമ്മൾ നമ്മൾ 1 വർഷം കഴിഞ്ഞ് നമുക്ക് ചിന്തിക്കാമെന്ന് പറഞ്ഞു. അവൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു. ഞായറാഴ്ച എഴുന്നേറ്റ് സഭായോഗത്തിന് പറഞ്ഞു, നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചു, ഞാൻ പോയി ഡോക്ടർ 3 ഇത് എടുത്തു കളഞ്ഞു, നെയിൽസ് 1 വെച്ചിട്ടുണ്ട്, പക്ഷെ എൻ്റെ ദൈവം പറയുന്നു ആ നെയിലും കൂടെ പരിപൂർണ സൗഖ്യം തന്നു കഴിഞ്ഞെന്ന്. അവൻ ഡിക്ലെയർ ചെയ്ത് വീട്ടിൽ വന്നു. ഞാൻ സഭായം കഴിഞ്ഞിട്ട് ചോറൊക്കെ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കേൾക്കാം അവൻ പറഞ്ഞു മമ്മി എൻ്റെ കാലേതാണ്ട് കൊണ്ടു കയറും. അവൻ ബാത്റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, മേജർ സർജറിയിൽ എടുത്തു കളയാമെന്ന് പറഞ്ഞാൽ നെയില് തന്നെ ഇറങ്ങി വന്നിരിക്കുന്നു. എൻ്റെ മറ്റോ മോൻ ഓടിപ്പോയി പ്ലയർ കൊണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറോട് വിളിക്കുക എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ ഇങ്ങനെ പ്ലയറിൽ ഇങ്ങോട്ട് ഊരി, ഒരു രക്തം പോലും അതിനകത്തില്ലാതെ ദൈവം അവന് വേണ്ടി ഊരിക്കൊടുത്തു. ഞാനിത് ചുരുക്കട്ടെ. ആമേൻ. ഇതെല്ലാം പറഞ്ഞതിൻ്റെ കാരണം എന്തുവാ? എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കണം. യേശു ഇസ് നോ റെസ്പെക്ട് ഓഫ് പേഴ്സൺ. എന്നെ വിടുവിച്ചെങ്കിൽ, ഞങ്ങളുടെ കുഞ്ഞിനെ വിടുവിച്ചെങ്കിൽ, നിങ്ങൾ കടന്നു പോകുന്ന ഈ അവസരത്തിലും സൂപ്പർ നാച്ചുറൽ, അവൻ ഒരു മനുഷ്യന് കഴിയാത്തത് യേശുവിൻ്റെ നാമത്തിൽ കഴിയും. എനിക്ക് നടക്കാൻ കഴിയാൻ എന്നെ സൗഖ്യമാക്കിയ, എൻ്റെ ബ്രദറിനെ സൗഖ്യമാക്കുക, അനേകരെ സൗഖ്യമാക്കുക. ഇത് കേൾക്കുന്നവർക്ക് അനേകർ പേർക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കാം സാക്ഷ്യം. ഈ സാക്ഷ്യം പറഞ്ഞെന്തെന്നറിയാവോ? നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഈ അടയാളങ്ങൾ നടക്കും. അല്ലല്ലോ, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ 1 നിമിഷക്കാലം കണ്ണുകളെ നടച്ചോട്ടെ. ലെറ്റ് മീ ഹാവ് ദ പ്രിവിലേജ്, ഇറ്റ്സ് മൈ ഓണർ ടു പ്രേ ഫോർ യു. കർത്താവേ, യേശുവേ, പ്രാണനാഥ, ഞങ്ങളുടെ ദുഃഖങ്ങളുടെ സമയത്ത്, രോഗങ്ങളുടെ സമയത്ത് അങ്ങയെ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കടന്നു വന്ന് അത്ഭുതം ചെയ്ത ഞങ്ങളുടെ പ്രാണനാഥ, ഈ കേൾക്കുന്ന നിന്റെ ജനത്തിന് ഇന്നാരെങ്കിലും ഹല്ലേലൂയ രോഗങ്ങളാൽ ഡോക്ടർമാർ വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ യേശുവേ
ഇന്ന് യേശുവിന്റെ നാമത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. വിടുതൽ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ ദലശാരക സംദലക്ഷസാരക ഈ നിമിഷം തന്നെ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ആ രോഗമായിരിക്കുന്ന ഹല്ലേലൂയ ആ സ്ഥലത്ത് തന്നെ നിങ്ങൾ കരം വെച്ചാട്ട് ഈ ദൈവശക്തി, ഞങ്ങളെ വിടുവിച്ച അതേ ദൈവശക്തി ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ കേൾക്കുന്ന നിമിഷം തന്നെ ശരീരത്തിൽ അത് അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ പ്രാണനാഥ, നീ ഹല്ലേലൂയ യേശു ഇന്ന് അങ്ങയുടെ നാമം ഞങ്ങളെ രക്ഷിക്കുന്നതാണ്, പാപികളെ രക്ഷിക്കുന്നതാണ്, രോഗികളെ സൗഖ്യമാക്കുന്നതാണ്. അതുകൊണ്ട് കർത്താവേ, ഇന്ന് ഈ കേൾക്കുന്ന നിമിഷം അത് ഈ കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ വിശ്വസിക്കുന്നവരിൽ ഈ കർത്താവെ അത്ഭുതം കാണേണ്ടതിന് നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിനായി ചെയ്താട്ട് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇതുവരെ ക്ഷമയോടെ എന്നെ കേട്ട എല്ലാ പ്രേക്ഷകർക്കും എനിക്ക് നന്ദി അറിയിച്ചുകൊള്ളുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ ഡാനിയൽ ജോണിനോടും ആമേൻ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്തദാസനോടും എന്നെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. അവനായി നമുക്ക് ഒരുങ്ങാം. അവന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. ഹല്ലേലൂയ. ശുശ്രൂഷ ചെയ്യാം. വാടാത്ത കിരീടം അവന്റെ സന്നിധിയിൽ കിട്ടേണ്ടതിന് വിശ്വസ്തദാസിയെ ഹല്ലേലൂയ എന്നുള്ള ശബ്ദം നമ്മളെ ഏൽപ്പിച്ച കുഞ്ഞുങ്ങളെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആരോഗ്യം, നമുക്ക് തന്നിരിക്കുന്ന പണം, കർത്താവിന് വേണ്ടി നമുക്ക് അധ്വാനിക്കാം. ആത്മാക്കളെ നേടുവാൻ അവന്റെ സന്നിധിയിൽ ഹല്ലേലൂയ കാഴ്ചവെക്കുവാൻ, നമ്മൾ മുഖാന്തരം ചിലരെങ്കിലും യേശുവിനെ അറിയുവാൻ ഇടയാക്കേണ്ടതിന് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. അതിനായി ഈ എൻ്റെ എളിയ സാക്ഷ്യം നിങ്ങൾക്കും അതിനിടയാക്കട്ടെ. നിങ്ങൾക്കും ആ സാക്ഷ്യം ഉളവാകുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി. താങ്ക് യു പ്രിയ സാറ കോറാൻഡി. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഹൃദയസ്പർശിയായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞു നിന്ന സാന്നിധ്യത്തിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പറയുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും പ്രിയ കർത്താവിൻ്റെ ദാസ്യമുള്ളതായ സ്നേഹവും വന്ദനവും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുകയും ചെയ്യുന്നു. പ്രിയ മാതാവ് താൻ പ്രിയപ്പെട്ട കർത്താവിൻ്റെ സ്ഥലത്തിൽ തൻ്റെ വേല തികച്ച് നിത്യതയിൽ വിശ്രമിക്കുന്നു. ആ മാതാവിൻ്റെ അതേ ആ സ്വരവും അതേ ആ ഭാവവും അതേപോലെയുള്ളതായ ഒരു ശുശ്രൂഷയും ഒരു അഭിഷേകവും പ്രിയ ആൻറ്റിയുടെ ജീവിതത്തിൽ ആ വാക്കുകളിലൂടെ കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും ഓർത്തെടുക്കുവാൻ കഴിയും. കർത്താവ് ഒരു ശുശ്രൂഷ, ഒരു അഭിഷേകം ഒരു വ്യക്തിക്ക് കൊടുത്താൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏലിയാവിൻ്റെ മേലൊരു അഭിഷേകമുണ്ടായിരുന്നു. എലീശയ്ക്ക് അത് ഇരട്ടിയായിട്ട് അത് ലഭിപ്പാൻ ഇടയായി തീർന്നു. വാത്സല്യ മാതാവ് താൻ പ്രിയപ്പെട്ട കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുന്നമേ താൻ ചെയ്ത ശുശ്രൂഷ തുടർന്ന് ചെയ്യുവാൻ തക്കവണ്ണം ഒരു പുതപ്പ് കൈമാറുന്നത് പോലൊരു ബാഗ് കൈമാറിയെന്ന് ഞാൻ ശ്രദ്ധിച്ചു. തീർച്ചയായിട്ടും അതൊരു അഭിഷേകമായി, അതൊരു അനുഗ്രഹമായി ജീവിതത്തിലുടനീളം തുടരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനേക പ്രിയപ്പെട്ടവരുടെ വിടുതലിനായി ശക്തമായ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ, തീയിൽ നിന്ന് അനേകരെ നിത്യതയ്ക്കായി ഒരുക്കിയെടുക്കുവാൻ കർത്താവിൻ്റെ ദാസിയെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നല്ലോ. അധികാരത്തിൻ്റെ ശുശ്രൂഷ ആത്മനിറവോടുകൂടി ചെയ്യുവാൻ അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതൊരു ഭംഗിവാക്കല്ല, ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. രണ്ടു കാലം സ്വാധീനമില്ലാതെ ഈ ഭൂമിയിൽ മാതാപിതാക്കന്മാർക്ക് ഒരു ദുഃഖപുത്രിയെപ്പോലെ ജനിച്ചു വീണെങ്കിൽ ഇന്ന് ആ അനുഭവങ്ങളൊക്കെ ദൈവം മാറ്റി വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന് വേണ്ടി ഓടി നടന്ന് ശുശ്രൂഷിക്കുവാൻ ദൈവം ആ കാലുകൾക്ക് ഒരഭിഷേകം ചെയ്തിരിക്കുന്നല്ലോ. അതെ, അനേക മുടന്തർ, അനേക കുരുടർ, അനേകർ ചെകിടർ
ഭ്രാന്ത് പിടിച്ചവർ, ഭൂതഗ്രസ്തർ, വിവിധ നിലകളിലുള്ള രോഗത്താൽ പീഡിപ്പിക്കപ്പെടുന്നവർ ഒക്കെ സൗഖ്യം പ്രാപിക്കുവാൻ, കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ ദൈവദാസിയുടെ ജീവിതാനുഭവങ്ങൾ, ആ വാക്കുകൾ ഇടയായിത്തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇത്രത്തോളം സമയം അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസിയോടും കുടുംബാംഗങ്ങളുടേതായ നന്ദി, സ്നേഹോത്തരത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സൗഖ്യാരോഗ്യം ദീർഘായുസ്സും തരട്ടെ, കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ വീണ്ടും കർത്താവ് ഏറെ അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അരോമ ടിവിയുടെ മാന്യപ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടാൻ മുഖാന്തരമായി തീരുമല്ലോ. തീർച്ചയായിട്ടും സാവധാനം ഇരുന്ന് നിങ്ങൾ ആവർത്തിച്ച് ഈ സന്ദേശങ്ങൾ, ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കൂ. ദൈവസന്നിധിയിലിരുന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ. അങ്ങക്ക് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കർത്താവെ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ഈ സാക്ഷ്യം കേട്ട് കഴിയുമ്പോൾ ഓരോ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില വിടുതലുകൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങളിൽ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ രോഗക്കിടക്കയിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ തലമുറയിൽ, സഭയിൽ, സമൂഹത്തിൽ കാണുവാൻ കഴിയും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആയാൽ ആ വിശ്വാസത്തോടെ നിങ്ങളത് പ്രാപിക്കൂ. അപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക്, ആവശ്യമെന്ന് തോന്നുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് ചില ഇരുട്ടിൻ്റെ അനുഭവങ്ങളിൽ നിന്ന്, പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, പൈശാചിക മണ്ഡലത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ നിങ്ങൾ മുഖാന്തരമായി തീരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് വലിയൊരു പ്രതിഫലമുണ്ട്. ഞങ്ങളുടെ പ്രയത്നവും വെറുതെ ആവുകയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആകയാൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും അതിൽ സംബന്ധിക്കാവുന്നതാണ്. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തകളുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.